നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി തലവൻ ബഹുമാനപ്പെട്ട ഡോക്ടർ ഹാരിസിനോടാണ്, എന്റെ പൊന്നു ഡോക്ടറെ, എന്തിനാണ് ഈ പൊല്ലാപ്പ് പിടിക്കാൻ പോയത്? പാവപ്പെട്ട രോഗികളെ സഹായിക്കാൻ പോയി പുലിവാല് പിടിച്ചത് എന്തിനാണ്? വല്ല സ്വകാര്യ ആശുപത്രിയിലും പോയി ലക്ഷങ്ങൾ വാങ്ങി സുഖമായി ജീവിച്ചുകൂടെ? ഇപ്പോ എന്തായി? മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൽ PK ജബ്ബാർ പറഞ്ഞത് താങ്കൾ കേട്ടില്ലേ? താങ്കൾ നല്ലവനാണ്, മിടുക്കനാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ എന്താ? മെഡിക്കൽ കോളേജിലെ കാണാതായ മോർസിലോസ്കോപ്പ് കിട്ടിയത് ഡോക്ടർ ഹാരിസിന്റെ മുറിയിൽ നിന്ന്. എങ്ങനെ കിട്ടി? പ്രിൻസിപ്പലും സംഘവും ഡോക്ടറുടെ മുറിയിൽ കയറി 2 ദിവസം നടത്തിയ സെർച്ച് ഓപ്പറേഷനിൽ ആദ്യ ദിവസം കിട്ടിയില്ല, 2ാം ദിവസം കിട്ടി. അതിനിടെ ഒരാൾ ഡോക്ടറുടെ മുറിയിൽ കയറുന്ന CCTV ദൃശ്യവുമുണ്ട്. അതായത് താങ്കൾ കള്ളനാണെന്ന് പറയാതെ പറഞ്ഞു. മെഡിക്കൽ ഉപകരണം നഷ്ടപ്പെട്ടു, പരിശോധന നടക്കുന്നതെന്നറിഞ്ഞ് താങ്കൾ പുതിയത് വാങ്ങി രഹസ്യമായി കൊണ്ടുവച്ചെന്ന്. മതിയായില്ലേ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. മെഡിക്കൽ കോളേജിലെ ദുരവസ്ഥ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഡോക്ടറെ കള്ളനാക്കുന്ന സ്ക്രിപ്റ്റിന് പിന്നിൽ ആരൊക്കെയാണ്? പേരിൽ ശ്രീ റജി ലൂക്കോസ്, ശ്രീ MS വേണുഗോപാൽ, ശ്രീ GS ശ്രീകുമാർ, ശ്രീ ഗോകുൽ ഗോപിനാഥ് എന്നിവരാണ് പങ്കെടുക്കുന്നത്. ആദ്യം ഇന്ന് നടന്ന സംഭവ വികാസങ്ങൾ. നേരത്തെ ഡോക്ടർ ഹാരിസ് ചിറക്കൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ ഉപകരണങ്ങളുടെ ഷോർട്ടേജ് ഉണ്ടെന്നും അതിനാൽ ശസ്ത്രക്രിയ മുടങ്ങുന്നു എന്നും തുറന്നു പറഞ്ഞയാളാണ്. അതേ ഡോക്ടർ ഹാരിസിനെ ഇപ്പോൾ കള്ളനാക്കുകയാണ്. ആരോഗ്യമന്ത്രിയാണ് ഇത് കഴിഞ്ഞ ദിവസം തുടങ്ങി വെച്ചത്. മോർസിലോസ്കോപ്പ് എന്ന ഉപകരണം കാണാതായി എന്ന്. അതിന്റെ ഉത്തരവാദി ആര്? ഡോക്ടർ ഹാരിസ്. ഡോക്ടറുടെ മുറിയിൽ പരിശോധന നടത്തുന്നു ആര്? മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഉൾപ്പെടുന്ന സംഘം. അവിടെ ഡോക്ടർ ഇല്ലാത്ത സമയത്തായിരുന്നു പരിശോധന എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഡോക്ടറുടെ മുറിയിലായിരുന്നു പരിശോധന. കാണാതായ മോർസിലോസ്കോപ്പ് കണ്ടെത്തിയെന്ന് പ്രിൻസിപ്പൽ PK ജബ്ബാർ ഇന്ന് മാധ്യമങ്ങളോട് പറയുന്നു. രസകരമായ വിശദീകരണങ്ങളാണ് ശ്രീ ജബ്ബാർ ഡോക്ടർ നടത്തിയത്. ആദ്യ ദിവസം പരിശോധിച്ചപ്പോൾ ഒരെണ്ണം കിട്ടി, പക്ഷേ അത് എന്താണെന്ന് തനിക്ക് അറിയില്ല എന്നായിരുന്നു ഡോക്ടർ ജബ്ബാർ പറഞ്ഞത്. കാരണം താൻ അതിനകത്തൊരു എക്സ്പെർട്ട് അല്ല എന്ന്. ഇന്നലെ പരിശോധിച്ചപ്പോൾ ഒരു ബോക്സ് കൂടി അവിടെ കണ്ടെത്തി. ആ ബോക്സിലും ഒരു ഉപകരണമുണ്ട്. അതിൻ്റെ കൂടി ഒരു ബില്ലും കണ്ടെത്തി. അതായത് പുതിയ ഉപകരണം വാങ്ങിയതിൻ്റെ ബില്ല്. അതായത് കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഓഗസ്റ്റ് 2-ാം തീയതി മോർസിലോസ്കോപ്പ് പുതിയതായിട്ട് വാങ്ങി. എന്നിട്ട് ആ ഉപകരണം ഡോക്ടറുടെ മുറിയിൽ വെച്ചു. അതാരാണ്? ഇതാണ് പ്രിൻസിപ്പാളിന്റെയും സൂപ്രണ്ടിന്റെയും ചോദ്യം. അതിനിടെ ഒരു CCTV ദൃശ്യവും ഉണ്ടത്രേ. അതിൽ ഈ പറയുന്ന ഡോക്ടർ ഹാരിസിന്റെ മുറിയിലേക്ക് ആരോ കയറുന്നതിന്റെ ദൃശ്യമാണത്രേ. അപ്പോൾ കാര്യങ്ങൾ ഈ സ്ക്രിപ്റ്റ് വായിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാവുന്ന കാര്യങ്ങൾ ഇതാണ്. മോർസിലോസ്കോപ്പ് എന്ന ഉപകരണം കാണാതായതാണ്. അതിന്റെ കസ്റ്റോഡിയൻ ഡോക്ടർ ഹാരിസ് ചിറക്കലാണ്. ഇതേ ഹാരിസ് ചിറക്കൽ തന്നെയാണ് മെഡിക്കൽ ഉപകരണങ്ങൾ ഇല്ല, അതിനാൽ ശസ്ത്രക്രിയ മുടങ്ങുന്നു എന്ന കാര്യം ലോകത്തോട് തുറന്നു പറഞ്ഞത്. അത് ആരോഗ്യ വകുപ്പിന് വലിയ ക്ഷീണമുണ്ടാക്കി. വിദഗ്ധ സമിതി അന്വേഷിച്ചു. സമിതിയുടെ അന്വേഷണത്തിലാണ് ഒരു മെഡിക്കൽ ഉപകരണം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്, MB ഫണ്ടിൽ നിന്നുള്ളതായിരുന്നു, 12 ലക്ഷം രൂപ മുടക്കി വാങ്ങിയതാണ്. മോർസിലോസ്കോപ്പ് എന്നാണ് ഉപകരണത്തിന്റെ പേര്. ആ ഉപകരണം കാണാതായിട്ടുണ്ട്, മിസ്സിംഗ് ആണ് എന്നുള്ളതാണ് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട്. പക്ഷേ ഡോക്ടർ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത് ഒരു കുഴപ്പവുമില്ല, മോർസിലോസ്കോപ്പ് അവിടെ ഇരിപ്പുണ്ട്. അതിന്റെ പേര് മോർസിലോസ്കോപ്പ് എന്നല്ല, മോർസിലോമീറ്റർ അല്ലേ എന്നുള്ളതായിരുന്നു. അതിന്റെ ഒരു ഭാഗം മാത്രമായിരുന്നു ഈ മോർസിലോസ്കോപ്പ്. അതിന് 2 ലക്ഷം രൂപയുടെ വിലയേ ഉള്ളൂ. പക്ഷേ ഈ ഉപകരണം ഉപയോഗിക്കുവാൻ അവിടുത്തെ ഡോക്ടർമാർക്ക് അറിയില്ലാത്തതുകൊണ്ട് മാറ്റിവെച്ചിരിക്കുകയാണ് എന്ന് ഡോക്ടർ തന്നെ പറഞ്ഞതാണ്. പക്ഷേ വിദഗ്ധ സമിതി പറഞ്ഞത് അത് കാണാനില്ല എന്ന്. ആരോഗ്യമന്ത്രി അത് പരസ്യമായിട്ട് പറയുകയും ചെയ്തു. അങ്ങനെ ഡോക്ടറെ കള്ളനാക്കുകയും ചെയ്തു. ഇപ്പോൾ ഡോക്ടർ ഇല്ലാത്ത സമയത്ത് ഡോക്ടറുടെ മുറിയിൽ കയറി പരിശോധനയും നടത്തി. പ്രിൻസിപ്പളും സൂപ്രണ്ടും ഒക്കെ ഇന്ന് ഇക്കാര്യം ലോകത്തോട് വിളിച്ചു പറയുകയാണ്. പക്ഷേ ഇതിന്റെ പിന്നിലെ സത്യം എന്താണ് എന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല. പക്ഷേ ഡോക്ടർ ഹാരിസ് പറയുന്നതാണ് പൊതുസമൂഹം വിശ്വസിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അദ്ദേഹം നല്ലവനാണ്, അദ്ദേഹത്തെക്കുറിച്ച് ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. അതുമാത്രമല്ല, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ മെറിറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണല്ലോ അദ്ദേഹം ലോകത്തോട് ഈ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ സമയത്ത് പെട്ടെന്ന് തന്നെ മെഡിക്കൽ ഉപകരണങ്ങൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുവാൻ സർക്കാർ തയ്യാറായതും നല്ല ഡോക്ടറാണ് എന്നുള്ള ഗുഡ് സർട്ടിഫിക്കറ്റ് ആദ്യം ആരോഗ്യമന്ത്രി നൽകിയതും. പക്ഷേ ഇപ്പോൾ കാര്യങ്ങളെല്ലാം കീഴ്മേൽ മറിഞ്ഞ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ എന്ന ഡോക്ടറെ കള്ളനാക്കുവാനുള്ള ശ്രമം നടക്കുകയാണ്. ശ്രീ റജി ലൂക്കോസ്, എന്തൊക്കെയാണ് ഈ സംഭവിക്കുന്നത്? കേട്ടാൽ ആരെങ്കിലും വിശ്വസിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും പറയുവാൻ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനോട് പറയുക. ആദ്യം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ശ്രീ ജബ്ബാർ, ഡോക്ടർ ജബ്ബാറിന്റെ വാക്കുകളൊന്ന് ശ്രദ്ധിക്കാം. അദ്ദേഹം ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ ഒരു ചെറിയ ഭാഗം. അവിടെ ഞങ്ങൾ ഒരു ഉപകരണം കണ്ടു, അത് പരിശോധിച്ചു. ഞങ്ങൾ ഒരു വിധത്തിൽ സെറ്റ് ചെയ്യുന്ന സമയത്താണ് ചെറിയൊരു സംശയം, അവിടെ വേറൊരു ബോക്സും കൂടി ഇരിക്കുന്നു. പക്ഷേ ആ ബോക്സ് മിനിഞ്ഞാന്ന് കണ്ടില്ലായിരുന്നു.
അങ്ങനെ ഒരു ബോക്സും കൂടെ കണ്ടപ്പോൾ അതും കൂടെ നോക്കിയപ്പോൾ അതിൽ ചെറിയ രീതിയിലുള്ള ബില്ലുകളും കാര്യങ്ങളും കണ്ടപ്പോൾ അതിൽ എന്തോ അസ്വാഭാവികത ഉണ്ട് എന്ന് തോന്നുകയും അങ്ങനെയാണ് വിശദമായിട്ട് ആ റൂം പരിശോധിക്കാൻ വേണ്ടിക്കൊണ്ട് വീണ്ടും ഞങ്ങൾ കുറച്ച് നേരം ഇരിക്കുകയും അതിനുശേഷം ഞങ്ങൾ നോക്കുകയും അതിനെപ്പറ്റി മനസ്സിലാക്കി പരിശോധിച്ച് ശരിയായ രീതിയിൽ റിപ്പോർട്ട് സർക്കാരിന് നൽകണം എന്നുള്ള ഉദ്ദേശത്തിലാണ് അത് ഇന്നലെ അവസാനിപ്പിച്ചത്. ഇതാണ് പ്രിൻസിപ്പലിന്റെ വാക്കുകൾ. അതായത് അവിടെ നിന്ന് ഒരു ബില്ല് കിട്ടിയെന്നൊക്കെയാണ്, 2-ാം തീയതിയിലെ ബില്ല്. അതായത് പുതിയൊരു മോർസിലോസ്കോപ്പ്, അത് പറയാൻ ബുദ്ധിമുട്ടാണ്, മോർസിലോസ്കോപ്പ് വാങ്ങിയതിന്റെ ബില്ലാണെന്നൊക്കെയാണ് ഡോക്ടർ ജബ്ബാർ പറഞ്ഞു വെക്കുന്നത്. അതിന് ശ്രീ റെജി ലൂക്കോസ്, ഡോക്ടർ ഹാരിസ് പറഞ്ഞ കാര്യം, നേരത്തെ ഉണ്ടായിരുന്ന നെഫ്രോസ്കോപ്പ് അത് നന്നാക്കുവാനായിട്ട് കൊടുത്തിരുന്നു. അത് നന്നാക്കുവാനായിട്ട് എന്തോ വലിയ തുക വേണ്ടി വരും. അതുകൊണ്ട് ആ ഓപ്പറേറ്റർ തന്നെ അത് തിരിച്ച് അയക്കുകയായിരുന്നു. അത് നന്നാക്കാൻ ഉള്ള ബുദ്ധിമുട്ട് അറിയിച്ച് തിരിച്ചയക്കുകയായിരുന്നു. അതിൻ്റെ കൊറിയർ ബോക്സ് ആണ് അവിടെ കണ്ടത് എന്നുള്ള കാര്യമാണ്. എന്തൊക്കെയാണ് ഈ ഡോക്ടർ പി കെ ജബ്ബാറിനെ പോലെയുള്ള മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഇങ്ങനെയൊക്കെ പറയുന്നത്? ആരുടെ തിരക്കഥയ്ക്ക് അനുസരിച്ചാണ് ഇദ്ദേഹമൊക്കെ തുള്ളുന്നത്? അത് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കണം, ഡോക്ടർ ഹാരിസിനോട് ചോദിക്കണം, ആരുടെ തിരക്കഥ അനുസരിച്ചാണ് അദ്ദേഹം ഈ രീതിയിൽ പ്രവർത്തിക്കുന്നുള്ളത്. അത് എന്നോട് ചോദിച്ചിട്ട് യാതൊരു കാര്യമില്ല. നിങ്ങൾ ഈ വിഷയം ആദ്യം, ഈ സംഭവം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലൂടെ ഏതാണ്ട് 1 മാസങ്ങൾ പുറത്തു വരുമ്പോൾ മുതൽ ഇന്ന് വരെയുള്ള ഈ വിഷയങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഏതൊരു വ്യക്തിക്കും ബോധ്യമാകുന്ന ഒരു വസ്തുതയുണ്ട്. ഞാൻ വേണമെങ്കിൽ അതിന്റെ വിഷൻസ് നിങ്ങൾക്ക് അയച്ചില്ല, നിങ്ങളുടെ ചാനലിൽ തന്നെ പ്രക്ഷേപണം ചെയ്തത്. ഇതിനകത്ത് കുറെ വൈരുദ്ധ്യങ്ങളുണ്ട്. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം പറയാം, നീണ്ട ഒരു സംഭാഷണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഏറ്റവും ഒടുവിൽ ബഹുമാനപ്പെട്ട മന്ത്രി വീണ ജോർജ് കഴിഞ്ഞ ദിവസം അന്വേഷണത്തിന് ഒരിക്കൽ കൂടി നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. കാരണം ഈ സംഘം, മെഡിക്കൽ സംഘം അന്വേഷിച്ചതിൽ നിന്നും അദ്ദേഹത്തിന് വെള്ളം പൂശാനും, എന്നാൽ അദ്ദേഹത്തിന്റെ പെരുമാറ്റച്ചട്ട ലംഘനത്തെ കുറിച്ച് ഒന്നുകൂടെ വിശദീകരണം വേണമെന്നും പറഞ്ഞു. സ്വാഭാവികമായിട്ട് ഗവൺമെന്റ് നിയമപ്രകാരം വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവിടുന്ന് ഒരു ഉപകരണം കാണാതെ പോയിട്ടുണ്ട്. അത് ബഹുമാനപ്പെട്ട ശശീന്ദ്രൻ എംപിയുടെ ഫണ്ടിൽ നിന്ന് 20 ലക്ഷം രൂപ മുടക്കി വാങ്ങിയ യൂറോളജി ഡിപ്പാർട്ട്മെന്റ് ഒരു ഉപകരണമാണെന്ന്, അത് കാണാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കണം. സ്വാഭാവികമായിട്ട് ഗവൺമെന്റിന്റെ പ്രാഥമിക കടമ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷന് ഏതായാലും അവിടുന്ന് എന്തെങ്കിലും ബസ് ഒരു മുട്ടുസൂചി പോയപ്പോൾ അന്വേഷിക്കുക എന്നുള്ളതാണ്. അതാണല്ലോ നമ്മുടെ നിയമങ്ങൾ അനുശാസിക്കുന്നത്. അല്ലെങ്കിൽ ഗവൺമെന്റിലൂടെ ഉള്ളതിന്റെ ആവശ്യമില്ല. പക്ഷേ ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹം അന്ന് ബഹുമാനപ്പെട്ട മന്ത്രി വീണ ജോർജ് ഇത് പത്രസമ്മേളനത്തിൽ പത്രക്കാരോട് പറഞ്ഞതിന് ശേഷം വിതിൻ 10 to 15 minutes അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടിട്ട് പറഞ്ഞു, എനിക്ക് ഇതിനെക്കുറിച്ച് യാതൊരു അറിവില്ല, ഇങ്ങനെ ഒരു മിഷനെ കുറിച്ച് അറിയത്തില്ല എന്ന് പറഞ്ഞു. ആ ഉപകരണം അവിടെ ഉണ്ട്, അതാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം തുടക്കം മുതൽ ആ ഒരു നിലപാടിൽ തന്നെയാണ്. മഞ്ജുഷ, ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾ നിങ്ങളുടെയൊക്കെ ചാനലിലൂടെ കണ്ട കാര്യം പറയാൻ പറ്റുമോ? പിറ്റേ ദിവസം അദ്ദേഹം പത്രസമ്മേളനം നടത്തി പറഞ്ഞു, ആ ഉപകരണം എനിക്ക് ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനത് മാറ്റി വെച്ചിരിക്കുകയാണ്. അതിനെ ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിനൊന്നും അല്ല, 6 ഡോക്ടർമാർ ഉണ്ടായിരുന്നു, 6 പേർക്കും ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് മാറ്റിവെച്ചിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. അല്ല മഞ്ജുഷ, അത് തന്നെ ഞാൻ പറഞ്ഞേ. ബഹുമാനപ്പെട്ട വീണ ജോർജ് മന്ത്രി ഈ വിവരം പത്രക്കാരോട് പറഞ്ഞ അന്ന് അദ്ദേഹം പറഞ്ഞത് തനിക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല, ഇങ്ങനെ ഉപകരണത്തെ കുറിച്ച് പറഞ്ഞു. പിറ്റേ ദിവസം അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് എന്താ, ഞങ്ങൾക്ക് ആ ഉപകരണം അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഉപകരണം പ്രവർത്തിക്കാൻ അറിയാത്തതുകൊണ്ട് അത് മാറ്റി വെച്ചിരിക്കുക എന്ന് പറഞ്ഞു. പിന്നീട് അദ്ദേഹം ലീവ് എടുത്തു പോയി. ഇപ്പോൾ ഡോക്ടർ ജബ്ബാർ, പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട ഡോക്ടർ ജബ്ബാർ പറഞ്ഞെന്താ, അദ്ദേഹം ജബ്ബാർ പറഞ്ഞതിനകത്ത് എന്താ വൈരുദ്ധ്യമുള്ളത്? അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ കൊണ്ട് അത് അദ്ദേഹം മാറ്റി വെച്ചു, ഉപയോഗിക്കാൻ അറിയാൻ മേലാത്ത, അതിനകത്ത് തന്നെ മറ്റു ചില ചോദ്യങ്ങൾ ചോദിക്കണം, അതിലേക്ക് ഞാൻ പോകുന്നില്ല. അങ്ങനെയെങ്കിൽ ആ ഉപകരണം ഇതാണെന്ന് പറഞ്ഞു പ്രിൻസിപ്പളിനെ സൂപ്രണ്ടിനെ ഏൽപ്പിക്കാനുള്ള ബാധ്യത ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ നൽകി. അദ്ദേഹത്തോട് ഇതിനെപ്പറ്റി ഒന്നും ചോദിക്കുന്നില്ല. വിദഗ്ധ സമിതി ചോദിച്ചപ്പോൾ അദ്ദേഹം ഇന്ന കാര്യങ്ങൾ പറഞ്ഞു, അതവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. ഇത് അദ്ദേഹം വന്നിട്ട് ഇത് എടുത്തുകൊണ്ടുവന്ന് പ്രിൻസിപ്പലിന്റെ റൂമിൽ കൊണ്ടുവെക്കണോ? അദ്ദേഹം ഇല്ലാത്ത സമയത്ത് റൂം താക്കോലിട്ട് തുറന്ന് അകത്ത് കയറി പരിശോധിക്കാൻ ഒരു പ്രിൻസിപ്പലിനും അധികാരമില്ല. ഇതെന്താണ് പോലീസ് എൻക്വയറിയാണ് അവിടെ നടക്കുന്നത്? പോലീസിലേക്ക് ഇത് പരാതിപ്പെടുവാൻ പറഞ്ഞതാണല്ലോ. എന്തുകൊണ്ട് പോലീസിൽ പരാതിപ്പെടുന്നില്ല? നിജസ്ഥിതി വെളിയിലേക്ക് വരും. അതുകൊണ്ടാണ് ഇന്ന് ഫോണിൽ ആരോ നിർദ്ദേശം കൊടുക്കുന്നുണ്ടായിരുന്നു ഈ സൂപ്രണ്ടിനും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനും, ഈ സംഭവം നടക്കുന്ന സമയത്ത്, ഈ വാർത്താ സമ്മേളനം നടക്കുമ്പോൾ, ഇന്നത് വായിക്കണമെന്ന്. എന്തൊക്കെയാണ്? പുറത്തു നിന്ന് ആളുകൾ നിയന്ത്രിക്കുകയാണോ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനെയും മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനെയും? ശ്രീ റെജി ലൂക്കോസ്, ഇവിടെ എന്താണ് പറയുന്നത്, ഒരു മോർസിലോസ്കോപ്പ് ഈ ഉപകരണത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കുകയാണ്. എന്നിട്ട് ഡോക്ടർ കള്ളനാണെന്ന് വരുത്തി തീർക്കുകയാണ്. അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങളുടെ മെറിറ്റിലേക്ക് പോകുവാനായിരുന്നു ആ അന്വേഷണം അവിടെ നടന്നത്. എന്നിട്ട് അതിലെല്ലാം കൊണ്ടുവന്ന് എത്തിച്ചത് 2ാമത്തെ ഈ കണ്ടുപിടുത്തത്തിലേക്കാണ്. ഒരു മോർസിലോസ്കോപ്പ് കാണാനില്ല എത്രേ, അതവിടെ കിടപ്പുണ്ട്. അതിന്റെ ഉത്തരവാദി എല്ലാവരും കൂടിയാണ്. ഈ പറയുന്ന ഈ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഈ ഡോക്ടർ ഹാരിസ് മാത്രമല്ല. അദ്ദേഹം പറഞ്ഞു അവിടെ ഇരിപ്പുണ്ടെന്ന്. എന്നിട്ട് പറയുകയാണ് അദ്ദേഹം കൊണ്ട് വെച്ചതാണെന്ന് അവിടെ. എന്നിട്ട് പറയും ഒരു ബില്ലും എടുത്ത് കാണിക്കുന്നു. മറ്റൊരു ഉപകരണം നന്നാക്കാൻ കൊടുത്തിരുന്നു, നെഫ്രോസ്കോപ്പ്, അതിന്റെ ബില്ലാണ് കൊണ്ട് വെച്ചിരുന്നത് അവിടെ. എന്നിട്ട് അല്ലല്ല, ഈ പ്രിൻസിപ്പൽ പറയുന്നതിന് ഒരു തരത്തിലുള്ള വൈരുദ്ധ്യമില്ല എന്ന് താങ്കൾ പറയുകയുണ്ടായല്ലോ. അദ്ദേഹം പറഞ്ഞതിൽ മുഴുവൻ വൈരുദ്ധ്യമാണ്. അദ്ദേഹം പറയുന്നത് കേൾക്കൂ. ഒരു സെക്കൻഡ് വിശദമായിട്ട് ഒരു സർജൻ ടീമും ടെക്നിക്കൽ ടീമും അതുകൊണ്ടാണ് ഇന്നലെ പരിശോധിച്ചത്.
ആണ് ഉണ്ടായിരുന്നത്. അതെ, ആ ചെറിയ ബോക്സിൽ മോസിലോസ്കോപ്പ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ബോക്സിന്റെ മുകളിലല്ല, ഈ സാധനം ഇതാണെന്ന് കരുതാം ഇൻസ്ട്രുമെന്റ്, അതിന്റെ താഴെ അല്ലേ ടോണി? അങ്ങനെയല്ലേ? ഒരു പേപ്പറില്ല, പേപ്പറിന്റെ താഴെ മോസിലോസ്കോപ്പ് എന്ന് എഴുതിയ. അപ്പൊ എനിക്കറിയില്ല. അതിന്റെ കൂടെ അപ്പൊ ബില്ല് ഉണ്ടായിരുന്നില്ല. ഇല്ല, ഈ ബില്ല് അവിടെ ഉണ്ടായിരുന്നു. ഇല്ല. രണ്ടാം പരിശോധനയിലാണ് വലിയ ബോക്സും ബില്ലും കണ്ടത്. അതെ, ഈ ബോക്സിൽ മോസിലോസ്കോപ്പ് ഉണ്ടായിരുന്നു. അത് തുറന്നു നോക്കി. അതിന്റെ ഉള്ളിൽ മോസിലോസ്കോപ്പ് ഇല്ല. അതിൽ കണ്ടത് വേറെ എന്താണ് അതിന്റെ പേര്? നെഫ്രോ അല്ലെ? നെഫ്രോസ്കോപ്പ് എന്നാണ് എഴുതിയിട്ടുള്ളത്. അത് രണ്ടാം പരിശോധന. രണ്ടാമത്തെ ഇന്നലത്തെ പരിശോധനയിൽ. അത് ആദ്യ പരിശോധന. രണ്ടാമത്തെ അല്ല, കറക്റ്റ് ചെയ്യണം. മൂന്നാമത്തെ പരിശോധന. ഈ മൂന്നാം പരിശോധനയിൽ കണ്ട ബോക്സ് ഏറ്റവും അവസാനമായി നമ്മൾ കണ്ടതാണ്. അതെ, ഡോക്ടർ ഹാരിസ് അവധിയിലാണ്. അതെ, ആ മുറിയുടെ താക്കോൽ ഡോക്ടർ ടോണിയുടെ കയ്യിലാണ്. അതെ. അപ്പോൾ 2 തവണ പരിശോധിച്ചതും ഡോക്ടർ ടോണിയിൽ നിന്ന് താക്കോൽ വാങ്ങിയ ശേഷമായിരിക്കും. ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതാരായിരിക്കാം അവിടെ കൊണ്ടുവരുന്നത്? അതെനിക്ക് അറിയുന്ന എങ്ങനെയാണോ? ഇതാണ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ. ഇതേ ചോദ്യം ചോദിക്കാൻ അറിയാവുന്നവർ അവിടെ ഇരിപ്പുണ്ട്. അവസാനം കള്ളി വിളിച്ചതായല്ലോ നെഫ്രോസ്കോപ്പ് ആയിരുന്നു എന്ന് അദ്ദേഹത്തിന് സമ്മതിക്കേണ്ടി വന്നു. ആദ്യം അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം ഒരു ഡോക്ടറാണ് കേട്ടോ, അതിന്റെ എല്ലാ ബഹുമാനവും നൽകുകയാണ്. പക്ഷെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഈ മെഡിക്കൽ ഉപകരണങ്ങളൊന്നും കണ്ടാൽ എനിക്ക് അറിയില്ല എന്ന്. നെറ്റിലൊന്ന് സെർച്ച് ചെയ്താൽ മതി. ഇതിന്റെ ഉപകരണത്തിൻ്റെ വലിയ എടുത്താൽ പൊങ്ങാവുന്ന ഉപകരണമൊന്നുമല്ല ഈ മോക്സിലോസ്കോപ്പ് എന്നുള്ളത്. ഞാൻ നെറ്റിൽ അടിച്ചു നോക്കി, അതിന്റെ ഒരു ഈ ഒറിജിനൽ ഉപകരണത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. ഞാൻ അതിനുള്ള സാങ്കേതിക വൈദഗ്ധ്യം നേടിയ ആളൊന്നുമല്ല എന്ന്. അദ്ദേഹത്തിന് കൂടെ മറ്റുള്ളവരുണ്ടല്ലോ, അവരോട് ചോദിച്ച് മനസ്സിലാക്കണം. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൾ ആണല്ലോ, സൂപ്രണ്ടുമുണ്ട്, സൂപ്രണ്ടിനാണല്ലോ അധികാരമുള്ളത് അവിടെ. ഇതൊന്നും അറിയാതെ വന്ന് വാർത്താ സമ്മേളനം നടത്തിയിട്ട് കുറെ മണ്ടത്തരങ്ങൾ പറഞ്ഞു പോകുന്ന മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന് എന്ത് വില നൽകാനാണ് ശ്രീ റെജി ലൂക്കോസ്? വാസ്തവത്തിൽ ഇതിനകത്ത് മണ്ടത്തരം വാക്ക് ഉപയോഗിക്കാനുള്ള എന്ത് അന്വേഷണാത്മക ചരിത്രമാണ്, ഉദ്യോഗസ്ഥന്റെ വേഷധാരിയായ ചരിത്രമാണ് മഞ്ജുഷിനുള്ളത്? അല്ല, എനിക്കുണ്ടാവില്ല ഒരു കോമൺ സെൻസ് ഉണ്ടല്ലോ ശ്രീ റെജി ലൂക്കോസ്. ഇത് കേൾക്കുന്നവർക്കും കുറച്ച് ബോധമുണ്ട് എന്നുള്ള ഒരു ബോധ്യം ഉണ്ടാകേണ്ടതല്ലേ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്? ഇത് ന്യൂസ് 18 ചാനലിലൂടെ ജനം കേൾക്കുന്നതല്ലേ? ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മുഴുവനും കണ്ട കാര്യങ്ങൾ അതിനോട് പറഞ്ഞു. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും വൈരുദ്ധ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഇപ്പൊ വെല്ലുവിളിക്കും, നിങ്ങൾ തെളിയിക്കുക. അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പലിന് എന്ത് അധികാരമാണുള്ളത് അദ്ദേഹത്തിന്റെ ഓഫീസ് തുറന്നു നോക്കുക എന്നുള്ളത് താങ്കൾ ചോദിച്ചു. താങ്കൾ ഈ ലോകത്തിലല്ലേ ജീവിക്കുന്നത്? അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയല്ലേ തുറന്നത്? തിരുവനന്തപുരം ഗവൺമെന്റ് ഓഫ് കേരളയുടെ അണ്ടറിലുള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു ന്യൂറോ സർജന്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് അദ്ദേഹത്തിന്റെ ആബ്സെൻസിൽ അത് തുറക്കാനുള്ള അധികാരം അദ്ദേഹത്തിന് ഹയർ ഒരു മെഡിക്കൽ ഉപകരണം ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കേണ്ടത് അദ്ദേഹത്തിന്റെ ആബ്സെൻസിലല്ല. എന്നിട്ട് അദ്ദേഹത്തെ കള്ളനാക്കുന്നത് അദ്ദേഹത്തിന്റെ ആബ്സെൻസിലല്ല. ആ കൂടെ നിൽക്കുന്ന ഒരാൾ കൊണ്ട് ഒരു മെഡിക്കൽ ഉപകരണം അവിടെ കൊണ്ട് വെച്ചാലോ? ഈ ടോണി എന്നുള്ള ഡോക്ടറുടെ കാര്യം പറയുന്നുണ്ട്. അതാണ് മാധ്യമപ്രവർത്തകർ എടുത്തു ചോദിക്കുന്നത്. ഡോക്ടർ ടോണി ആയിരുന്നുവല്ലോ, അദ്ദേഹത്തിനാണല്ലോ അപ്പോഴത്തെ ചുമതല. അപ്പോൾ 2ാം ദിവസത്തെ പരിശോധനയ്ക്ക് മുമ്പ് അവിടെ എന്തോ ആരോ കയറുന്നതായി CCTV ദൃശ്യം കണ്ടല്ലോ എന്ന്. അങ്ങനെയാണെങ്കിൽ താക്കോല് കയ്യിലുള്ള ടോണി ആയിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ ഒരു പുച്ഛച്ചിരിച്ചിരിക്കുകയാണ്. അതെങ്ങനെയാ അങ്ങനെ ആകണേന്ന്? അതെന്താ അതായിക്കൂടാ എന്നുണ്ടോ? അല്ല, മഞ്ജുഷ് കുറെ ചോദ്യങ്ങൾ പ്രസ്താവിക്കും. പറഞ്ഞു കൊടുക്കുമ്പോൾ വേറെ ചില പ്രസ്താവന ആയിട്ട് ഇതാണ് ഒരു ചർച്ചയുടെ ഇത്. ഇനി അടുത്തുള്ളവരോട് ചോദിക്കുമ്പോൾ അങ്ങനെ ചോദിക്കണേ. ഞാൻ ഈ പറഞ്ഞു വരുന്നത് നിങ്ങൾ 1 മിനിറ്റ് കേൾക്കാനുള്ള സന്മനസ് കാണിക്കുള്ളൂ. നിങ്ങൾ മഞ്ജുഷോട് പറഞ്ഞ ആരാണ് പ്രിൻസിപ്പൾ അദ്ദേഹത്തിന്റെ ഓഫീസ് ഓപ്പൺ ചെയ്യാണെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ആ ചോദ്യം ചോദിക്കുന്നത് എന്ത് അധികാരത്തിന്റെ പുറത്താണ്? അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയല്ലോ തുറന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, വീട്ടിൽ പോയി പോലീസ് ഉദ്യോഗസ്ഥർ തുറക്കാം ഇദ്ദേഹത്തിന് വിത്തൗട്ട് ഹിസ് പെർമിഷൻ. പക്ഷെ ഒരു പ്രിൻസിപ്പൾ അതിന് അധികാരമുണ്ട്. അദ്ദേഹം ഗവൺമെന്റ് ഓഫ് കേരളയുടെ അണ്ടറിലുള്ള ജോലിക്കാരാ. ഇദ്ദേഹം പറഞ്ഞതിനകത്ത് എന്താ വൈരുദ്ധ്യം നിങ്ങൾക്ക് തോന്നുന്നു? എനിക്കറിയത്തില്ല, എനിക്ക് അതിന്റെ ശാസ്ത്രീയ വശം അറിയത്തില്ല, ഞാൻ അതിന്റെ എക്സ്പെർട്ടല്ല. കണ്ട കാര്യങ്ങൾ പറഞ്ഞുള്ളൂ. ആദ്യത്തെ ദിവസം അവർ നോക്കുമ്പോൾ ഇത്രയും കോൺട്രവേഴ്സി ഉണ്ട്. കാരണം അദ്ദേഹം തന്നെ പറഞ്ഞു തലേ ദിവസം എനിക്കറിയില്ല, പിറ്റേ ദിവസം പറഞ്ഞ് ഞാൻ മാറ്റി വെച്ചെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ പൂട്ടിക്കെട്ടിക്കൊണ്ട് ലീവിന് പോയി. ആ ഫസ്റ്റ് ഡേ ഈ പറയുന്ന 6 ഡോക്ടർമാർ സഹിതം പരിശോധിച്ചപ്പോൾ നിങ്ങളിപ്പോ ഈ പറയുന്ന പർട്ടിക്കുലർ ഉദാഹരണം അവിടെ കണ്ടില്ല. പിറ്റേ ദിവസം പരിശോധിച്ചപ്പോൾ അവിടെ ഒരു ബില്ലും മറ്റു നിങ്ങളിപ്പോ 12 ലക്ഷം രൂപയുടെ ഒരു ഉപകരണം അവിടെ 12 തോന്നുന്നു അവിടെ കാണുന്നു. അതുകൂടാതെ CCTV ദൃശ്യത്തിൽ ഓരോ അജ്ഞാതൻ അവിടെ കയറുന്ന ഇതും കണ്ടു. 134 CCTV ഉണ്ട് ഈ മെഡിക്കൽ കോളേജിൽ. ആ ദൃശ്യങ്ങൾ സഹിതം തെളിവ് സഹിതം പറയുമ്പോൾ നിങ്ങൾ പറയുകയാണ് അദ്ദേഹത്തിനെ കള്ളനാക്കപ്പെടുന്നത്. ഇല്ല അല്ലല്ലേ എന്റെ പൊന്നും റെജി, ഞാൻ ആ പ്രസ് മീറ്റ് മുഴുവൻ കേട്ടതാണ്. മുഴുവൻ കേട്ട് എന്തൊക്കെയാണ് ഡോക്ടർ ജബ്ബാർ മെഡിക്കൽ കോളേജിന്റെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ പറഞ്ഞെന്ന് കേട്ട് നോക്കിയതാണ്. അദ്ദേഹത്തിന് ഉത്തരമില്ല എന്നല്ല, അദ്ദേഹത്തിന് അറിയില്ല ഇത് മോക്സിലോസ്കോപ്പ് ആണോ എന്നുള്ള കാര്യം. ഡോക്ടറാണ് അദ്ദേഹത്തിന് ശരി, അദ്ദേഹം ഈ രംഗത്ത് വൈദഗ്ധ്യമുള്ള ആളല്ല. അദ്ദേഹം മറ്റൊരു സ്പെഷ്യാലിറ്റി ഉള്ള അല്ലേ? അതെ, അദ്ദേഹം അങ്ങനെയാണ്. ശരി, അത് അദ്ദേഹത്തിന് അങ്ങനെയാണ്. പക്ഷെ അദ്ദേഹത്തിന് ഇത് ചോദിച്ച് മനസ്സിലാക്കാമല്ലോ. അല്ല, മാത്രമല്ല ഈ അന്വേഷണം കഴിയുന്നതിന് മുൻപ് ഇത്രയും കാര്യങ്ങൾ വിശദീകരിക്കാൻ എന്തൊരു തിടുക്കമായിരുന്നു. മറ്റെന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും വിശദീകരണം നൽകാൻ തയ്യാറാകുമോ? ഇതാ ഡോക്ടറെ കള്ളനാക്കുന്നതിന് വേണ്ടി എന്തെല്ലാം വിശദീകരണങ്ങളാണ് ശ്രീ റെജി ലൂക്കോസ് അവിടെ നൽകുന്നത്. അന്വേഷണം കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട്, CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്, ഇത് മോഴ്സിലോസ്കോപ്പ് ആണോ എന്ന് കണ്ടുപിടിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്, ഈ ബില്ലിന്റെ നിജസ്ഥിതി എന്താണെന്ന് അന്വേഷിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ പ്രസ് മീറ്റിന്റെ ഏക ഉദ്ദേശം എന്ന് പറയുന്നത് ശ്രീകുമാർ എന്തായിരുന്നു?
തീർച്ചയായിട്ടും അതെങ്ങനെ ഡോക്ടർ മനസ്സിലായി? ഹാരിസിനെ ഒരു കള്ളനാക്കി മുദ്ര കുത്തുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഇതിനകത്ത് ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആരോഗ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് കൃത്യമായും തിരക്കഥ തയ്യാറാക്കിയ ഒരു നാടകമാണ് ഇന്ന് അവിടെ നടത്തിയത്. പക്ഷേ ഈ നാടകത്തിൽ അഭിനയിക്കാനുള്ള മികവ് യഥാർത്ഥ ഈ പ്രിൻസിപ്പാലിനും സൂപ്രണ്ടിനും ഇല്ലായിരുന്നു. നല്ലൊരു നടനല്ലാത്തത് കൊണ്ട് അവർക്ക് മൊത്തത്തിൽ പാളിപ്പോയി. ഒരു പരിഹാസ്യനായി മാറുകയാണ്, ഒരു ഹാസ്യ കഥാപാത്രമായി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ മാറുകയായിരുന്നു. അദ്ദേഹത്തിന് തന്നെ അതൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുമ്പോൾ അത് മനസ്സിലാവുകയും ചെയ്യും. അദ്ദേഹം ഒരു സാധു മനുഷ്യനാണ്. അദ്ദേഹം സാധു മനുഷ്യനാണ്. അദ്ദേഹം സാധുവാണ്. അദ്ദേഹം ഡയബറ്റിസ് സെന്റർ ഡയറക്ടർ ആയിരിക്കുമ്പോഴാണ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളായിട്ട് വരുന്നത്. ഇപ്പോഴും അദ്ദേഹം അവിടുത്തെ ഡയറക്ടറുമാണ്, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളുമാണ്. പക്ഷേ ഇതിനകത്ത് ഇദ്ദേഹം പ്രിൻസിപ്പളായി വരാനുള്ള സാഹചര്യം കൂടി ഒന്ന് മനസ്സിലാക്കണം. കാര്യം നിരവധി ഡോക്ടർമാർ എനിക്ക് പ്രിൻസിപ്പളാവാൻ താല്പര്യമില്ല എന്ന് എഴുതി കൊടുത്തു. ഈ DMEക്ക് എഴുതി കൊടുത്തു. നിരവധി പേര് മെഡിക്കൽ കോളേജിൽ സൂപ്രണ്ടാവാൻ ഞങ്ങളില്ല എന്ന് എഴുതി കൊടുത്തു. അപ്പം ഞാൻ ഇവിടെ പലരോടും ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും വലിയ പദവിയൊക്കെ വേണ്ട എന്ന് പറഞ്ഞു. DME ആവാൻ ഇന്നും DME ഇല്ല. കേരളത്തിലെ മെഡിക്കൽ എഡ്യൂക്കേഷനിൽ ഒരു പെർമനന്റ് DME ഇല്ല, ഒരു ചാർജ് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ഈ ഡോക്ടർമാരോടെല്ലാം ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും ഉന്നത പദവി വേണ്ട എന്ന് പറയുന്നതും എഴുതി കൊടുക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇത്രയും വലിയ നരകത്തിനെ എടുത്ത് ഞങ്ങളുടെ തലയിൽ കൂടെ വെക്കാൻ പറ്റുമോ ശ്രീകുമാറെ, ഞങ്ങൾ അതിനേക്കാൾ ആത്മഹത്യ ചെയ്താൽ പോരെ എന്നാണ് ഈ ഡോക്ടർമാർ ഞങ്ങളോട് ചോദിച്ചത്. അപ്പോൾ അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. ഇതൊരു മുൾക്കിരീടമാണ്, ഇതിനകത്ത് 10 പൈസയുടെ ഫണ്ടില്ല. അല്ല, എനിക്ക് സത്യം പറയാൻ സങ്കടം തോന്നി ഡോക്ടർ ജബ്ബാർ അല്ലേ, അദ്ദേഹം ഇന്ന് പ്രസ് മീറ്റിൽ അദ്ദേഹം വിയർക്കുന്നത് കണ്ടിട്ട്. അത് മാത്രമല്ല സൂപ്രണ്ട് സുനിൽകുമാർ എന്നല്ലേ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട്, അദ്ദേഹത്തിന് ഒരു ഫോൺ കോൾ അതിനിടയ്ക്ക് വരികയാണ്, കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുകയാണ്. ആ ദൃശ്യങ്ങൾ കൂടി കാണാം. സംസാരിക്കുന്നതിനിടയിൽ എന്താണ് സംഭവിച്ചതെന്ന് ആ ഫോൺ കോൾ വന്നിരുന്നു അതിനിടയ്ക്ക്. അല്ല, അത് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല ആ ഉപകരണം. അല്ലല്ല, മുമ്പ് പറഞ്ഞ ഇൻസ്ട്രുമെന്റ് തന്നെ ഇവിടെ ഒരു കേസിന് ഉപയോഗിച്ചിട്ടില്ല. അത് ഐഡിയലായിട്ടിരിക്കുവാണ് ഇത്രയും നാളുണ്ട്. അല്ല, ഒരു കേസിന് ഉപയോഗിച്ചാൽ എങ്ങനെ അറിയാൻ പറ്റില്ല? റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്താൽ ചിലപ്പോൾ കണ്ടാൽ മനസ്സിലാവും. ഏതാണ് ഡോക്ടേഴ്സ് ഇവിടെ ചെയ്യുന്ന ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നല്ലോ. എന്താണ് ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നില്ല, ഒരു കേസ് ചെയ്തു, ആ പേഷ്യന്റ് കോംപ്ലിക്കേറ്റഡ് ആയി കഷ്ടിച്ച് രക്ഷപ്പെടുത്തിയതാണ് എന്നാണ് ഡോക്ടർ ഹാരിസ് പറഞ്ഞത്. അപ്പൊ സൂപ്രണ്ട് പറയുന്നു ഇവിടെ എക്സ്പീരിയൻസ് ഉള്ള, അത് ഉപയോഗിച്ച് എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു. സാർ റിട്ടയർ ആയി പോയി. കാണാതായ സേവ് ഉപകരണമാണോ രണ്ടാമത് കണ്ടെത്തിയത്? മോസിലോസ്കോപ്പാണ് കണ്ടെത്തിയത്. രണ്ടാമത് വലിയ പെട്ടിയിലുള്ളത് അല്ല, അതായത് ആ റിപ്പോർട്ട് എടുത്ത് വായിക്കാൻ കൃത്യമായ നിർദ്ദേശം വെളിയിൽ നിന്ന് വരികയാണ്. കമ്മിറ്റി റിപ്പോർട്ടാണ്. ടിഷ്യൂ മാസ് ലെറ്റർ വിത്ത് മോസിലോസ്കോപ്പ്. കേട്ടോ, ആ റിപ്പോർട്ട് എടുത്ത് വായിക്കുവാനായിട്ട് വെളിയിൽ നിന്ന് നിർദ്ദേശം വരികയാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്. എന്ന് മനസ്സിലാക്കണം ഇതിൽ നിന്ന് എം എസ് വേണുഗോപാൽ? ഇതിനകത്ത് ഡോക്ടർ ഹാരിസ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിനേക്കാൾ വലിയ ചട്ടലംഘനമാണ് കേരള സർക്കാർ അല്ലെങ്കിൽ അവിടുത്തെ ഉദ്യോഗസ്ഥർ ഇന്ന് നടത്തിയിരിക്കുന്നത്. ഒരു എൻക്വയറിയിലിരിക്കുന്ന ഒരു വിഷയം പൊതുമധ്യത്തിൽ അദ്ദേഹത്തിനെ കള്ളനാക്കുന്ന വിധത്തിൽ പ്രസൻറ്റ് ചെയ്തു എന്ന് പറയുന്നത് ഗുരുതരമായ ചട്ടലംഘനമാണ്. ഇത് സുപ്രീം കോടതി പോലും ചെയ്യില്ല. ഒരാളെ വിചാരണ ചെയ്തുകൊണ്ടിരിക്കുമ്പം ആ വിചാരണയ്ക്കിടയിൽ ഇയാൾ കള്ളനാണെന്ന് സ്ഥാപിക്കുന്ന വിധത്തിൽ കുറേ സ്റ്റേറ്റ്മെൻറ്റുകൾ ഒരു ജഡ്ജി പറഞ്ഞാൽ എങ്ങനെയിരിക്കും? അതിനേക്കാൾ മോശമായ രീതിയിലാണ് ഇന്ന് നമ്മുടെ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ പത്രപ്രസ്താവനയിലൂടെ പറഞ്ഞത്. ഒരു കാരണവശാലും ഒരു ഉദ്യോഗസ്ഥൻ എൻക്വയറിയിലിരിക്കുമ്പോൾ ആ എൻക്വയറിയുടെ കണ്ടെത്തലുകൾ അദ്ദേഹം കള്ളനാണ് അല്ലെങ്കിൽ കുഴപ്പക്കാരനാണ് അല്ലെങ്കിൽ അദ്ദേഹം ഇന്ന ചട്ടലംഘനം നടത്തിയിട്ടുണ്ട് എന്ന് സ്ഥാപിച്ച് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടും കൂടെ വാങ്ങിച്ച് സ്ഥാപിച്ചതിന് ശേഷമല്ലാതെ പറയാൻ പാടില്ല. അങ്ങനെ പൊതുമധ്യത്തിൽ പറയുക എന്ന് പറയുന്നത് അദ്ദേഹത്തെ കള്ളനാക്കുന്നതാണ്, അദ്ദേഹത്തെ കൊച്ചാക്കുന്നതാണ്. ഇതിന് അദ്ദേഹത്തിന് കേരള സർക്കാരിനെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ കഴിയും. ഇപ്പോൾ ചട്ടലംഘനമാണ് ഡോക്ടർ ജബ്ബാറും ഡോക്ടർ സുനിൽകുമാറും നടത്തി. ഡോക്ടർ ജബ്ബാറും ഡോക്ടർ സുനിൽകുമാറും ആർക്ക് വേണ്ടി നടത്തിയ? മെഡിക്കൽ ഡയറക്ടറേറ്റിന് വേണ്ടിയാണ്. അപ്പം മെഡിക്കൽ ഡയറക്ടറേറ്റാണ് അവർ പ്രതിയാകുന്നത്. ആ വിധത്തിലാണ് അദ്ദേഹം ഇത് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരാളെ കള്ളനാക്കാനായിട്ട് ആർക്കും അവകാശമില്ല. അത് കണ്ടെത്തുന്നത് വരെ, കണ്ടെത്തി കുറ്റക്കാരനാണെന്ന് അദ്ദേഹത്തിനെ ആദ്യം ബോധ്യപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ മറുപടി കേട്ട് ഇതിൻ്റെ ഫൈനൽ ഫൈൻഡിങ് ഇന്നതാണ് എന്ന് മാത്രമേ ഒരു ഉദ്യോഗസ്ഥൻ വന്ന് പ്രസിൻ്റെ മുമ്പ് പറയാവൂ. അല്ലെങ്കിൽ അതിനു മുമ്പേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അദ്ദേഹത്തെ കൊച്ചാക്കലാണ്, അദ്ദേഹത്തിന്
തേജോവധം ചെയ്യലാണ്. ഞാൻ CCTVയുടെ കാര്യം കൂടി ഒന്ന് പറഞ്ഞോട്ടെ. CCTVയിൽ പതിഞ്ഞു ഒരാൾ കടന്നു കയറിയെന്ന്, എന്നിട്ട് ഇത്രയും മണിക്കൂറായിട്ടും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനോ സൂപ്രണ്ടിനോ ഇത് പോലീസിനെ അറിയിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നാണ്. അപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് ആർക്കും കയറി വരാമെന്നാണോ? അതും ഈ ഒരു HODയുടെ റൂമിലേക്കൊക്കെ. അത് ഇദ്ദേഹം ഹാരിസ് തന്നെ പറയുന്നുണ്ടായിരുന്നു, അവിടെ അതിന്റെ മുമ്പിൽ എന്തോ ക്യാമറ ഇല്ലെന്നോ അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇതിലെ ഒരുപാട് വിരോധാഭാസങ്ങളുണ്ട്. കാരണം ഈ എൻക്വയറി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ കസ്റ്റോഡിയനായ വ്യക്തി ഇല്ലാതെ ആ മുറിയിൽ കയറി സെർച്ച് നടത്തുന്നതിന് തെറ്റാണ്. പക്ഷേ പ്രിൻസിപ്പലിന് സർവാധികാരം ഉണ്ട്. എന്ത് അധികാരമാണ് അദ്ദേഹത്തിനുള്ളത്? ഇദ്ദേഹം താക്കോൽ കൊടുക്കുന്നില്ല, അദ്ദേഹത്തിന് തുറക്കാൻ അവകാശമുണ്ട്. ആദ്യം അദ്ദേഹത്തിനെ വിളിക്കണം, നിങ്ങളെ ഞങ്ങൾക്ക് സംശയമുണ്ട്, വാതിൽ തുറക്കാമെന്ന് പറയണം. അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഞാൻ ലീവിലാണ്, എനിക്ക് വരാൻ മനസ്സില്ല എന്ന് പറഞ്ഞാൽ ഡയറക്ടർക്ക് തുറക്കാൻ അധികാരമുണ്ട്. അല്ലെങ്കിൽ കാത്തു നിൽക്കണം. അല്ലെങ്കിൽ അദ്ദേഹം വരാമെന്ന് പറഞ്ഞാൽ കാത്തു നിൽക്കണം. വരാൻ പറ്റില്ല, ഞാൻ ഇതിന് വരുന്ന പ്രശ്നമില്ല, ഞാൻ ലീവിലാണെന്ന് അദ്ദേഹം പറയുകയാണെങ്കിൽ എല്ലാം ഞങ്ങൾക്ക് സംശയമുണ്ട്, എനിക്ക് മേളിൽ നിന്ന് കിട്ടിയ ഉത്തരവാണ്, ഉടൻ തന്നെ തുറക്കുന്നു എന്ന് പറഞ്ഞ് തുറക്കാം. അല്ലാതെ അദ്ദേഹം കസ്റ്റോഡിയനാണെന്ന് 20 ലക്ഷം രൂപയുടെ സാധനം അദ്ദേഹം കസ്റ്റോഡിയനായിരിക്കുമ്പോൾ അദ്ദേഹം ഇല്ലാതെ അവിടെ കയറി എൻക്വയറി നടത്തി ഈ സാധനം അടിച്ചുകൊണ്ട് പോയാൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഈ സാധനം കേടാക്കി വെച്ചാൽ എന്ത് ചെയ്യും? ഈ സാധനത്തിൻ്റെ ബില്ല് എന്ന് പറഞ്ഞത് ഒറിജിനൽ ബില്ലാണെന്ന് വിചാരിക്കുക, എങ്കിൽ ഈ ബില്ല് ആര് കൊണ്ടുവന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരിക. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ പത്രപ്രസ്താവന ഉണ്ടല്ലോ, ഈ വീഡിയോ കൊണ്ടുവന്ന് കോടതിയിൽ കാണിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ ഹാരിസ് രക്ഷപ്പെട്ടു. കാരണം അവിടെ നടന്നിരിക്കുന്നത് മുഴുവൻ ക്രമവിരുദ്ധമായ കാര്യങ്ങളാണ്. ഡോക്ടർ ഹാരിസ് ഇല്ലാതെ അദ്ദേഹത്തിൻ്റെ മുറിക്കകത്ത് കയറുന്നെങ്കിൽ, അദ്ദേഹത്തിൻ്റെ അനുവാദമില്ലാതെ കയറുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് ഇങ്ങനെ ഒരു എൻക്വയറിയുടെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ പ്രശ്നമില്ല, എൻക്വയറിയുടെ ഭാഗമായിട്ട് നടക്കുമ്പോൾ അത് ചെയ്യാൻ പാടില്ല. അത് ചെയ്തത് ചട്ടലംഘനം തന്നെയാണ്. ഇതുപോലെ തന്നെ ഈ റിപ്പോർട്ടിൽ തന്നെ 3 വൈരുദ്ധ്യങ്ങളാണ് നടക്കുന്നത്. ആദ്യത്തെ റിപ്പോർട്ടിൽ ഡോക്ടർ ഹാരിസ് തന്നെ പറയുന്നത് എൻ്റെ മുറിക്കകത്ത് കയറിയിട്ടില്ല. കയറാത്ത ഒരു എൻക്വയറിയിലാണ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ അത് ശരിയാണ്. ഉപകരണം കാണാതെ പോയി എന്നുള്ളത് ഈ വിദഗ്ധ സമിതി കണ്ടെത്തിയത് എങ്ങനെയാണ്? ആദ്യത്തെ റിപ്പോർട്ടിൽ അവർ മുറിക്കകത്ത് കയറിയിട്ടില്ല, എന്നിട്ട് അവർ അടിയിൽ ഒരു സാധനം എഴുതി വെച്ചിരിക്കുക. ഇപ്പോൾ ഇവര് പ്രിൻസിപ്പളും പിന്നെ ഡോക്ടർ ടോണി എന്ന് പറഞ്ഞത് ഈ യൂറോളജി വകുപ്പിലെ അടുത്തുണ്ട്, ഈ ഹാരിസ് ഇല്ലാത്ത സമയത്ത് ഇൻചാർജ് ആയിരിക്കുന്നയാൾ, അദ്ദേഹവും ഒക്കെ കൂടി കയറി DME ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. കയറി നോക്കിയപ്പോഴാണ് ഇപ്പോൾ അതിലും രണ്ടാമത്തേതിൽ ഒരു ബോക്സേ ഉള്ളൂ. ഇത് അല്ല, അങ്ങനെയല്ല. ഒരു ദിവസം പോയി എല്ലായിടത്തും ഈ ഓപ്പറേഷൻ തിയേറ്ററിലും അവിടെയൊക്കെ പരതി, അത് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നെ ഹാരിസിന്റെ റൂമിൽ കയറി, അതിൽ പ്രിൻസിപ്പളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എന്തോ ഒരു മോർസിലോസ്കോപ്പ് എന്ന് താഴെ എഴുതി വെച്ചിരിക്കുന്ന ഒരു ബോക്സ് കണ്ടു. അത് പക്ഷേ ഇദ്ദേഹത്തിന് അറിയില്ല, പ്രിൻസിപ്പലിന് അറിയില്ല ഇത് മോർസിലോസ്കോപ്പ് ആണോ എന്ന്. കാരണം അദ്ദേഹത്തിന് മെഡിക്കൽ ഉപകരണങ്ങളിൽ പരിചയമില്ല, അതാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്നലെ വീണ്ടും കയറിയപ്പോൾ അവിടെ 2 ബോക്സ് ഇരിക്കുന്നു. ഒരു ബോക്സിൽ നെഫ്രോസ്കോപ്പ് അല്ലേ, പിന്നെ ഒരു ബോക്സിൽ ഒരു കൊറിയർ, അതിനകത്ത് ബില്ലുണ്ടായിരുന്നു. 2-ാം തീയതി വാങ്ങി ഒരു മോർസിലോസ്കോപ്പ് എന്ന്. അപ്പോൾ സ്ക്രിപ്റ്റ് കൃത്യമാണ്. കാരണം 2-ാം തീയതി ഒരു മോർസിലോസ്കോപ്പ് വാങ്ങി, ആ മോർസിലോസ്കോപ്പ് ഡോക്ടറാണ് വാങ്ങിച്ചത്. ശ്രീ ഗോകുൽ, ഇന്ന് UDF കൃത്യമായിട്ട്, VD സതീശൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഡോക്ടർക്കൊപ്പമാണ്, അദ്ദേഹത്തെ കള്ളനാക്കുവാനുള്ള ഏതൊരു ശ്രമത്തെയും തടയുമെന്ന്. BJPയുടെ നിലപാട് പക്ഷേ അത്ര കൃത്യമായിട്ട് കണ്ടിട്ടില്ല. ഇവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിഹാസ്യമായി കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ പോകുന്നൊരു കാഴ്ചയാണ് നമുക്ക് ഈ സമയങ്ങളിൽ കാണാൻ വേണ്ടി കഴിയുന്നത്. ഇവിടെ ഈ പറയുന്ന ഡോക്ടർ ഹാരിസ് ചിറക്കൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി മുന്നോട്ട് വയ്ക്കുന്ന കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ ഇടയിൽ ചർച്ചയാക്കപ്പെട്ട നമ്പർ 1 ആരോഗ്യ കേരളം എന്ന് പറയുന്ന CPM-ഉം LDF-ഉം പിണറായി സർക്കാരും മുന്നോട്ട് വയ്ക്കുന്ന പൊള്ളയായിട്ടുള്ള മുദ്രാവാക്യത്തിന് മേലുള്ള ആ വലിയ പ്രഹരം, ആ പ്രഹരമേറ്റ് ആ പ്രഹരത്തിന്റെ വേദനയിൽ ഇവർ കാട്ടിക്കൂട്ടുന്ന ചില പ്രകടനങ്ങളാണ് ഇന്നിപ്പോ ഈ പറയുന്ന ഡോക്ടർ ഹാരിസിനെ ഉൾപ്പെടെ ഒരു കള്ളനായി, ഒരു തസ്കരനായി കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ ഇടയിൽ ചിത്രീകരിക്കാനുള്ള വലിയ ഇടപെടൽ എന്ന് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമുക്കറിയാം, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ CPM-ന്റെ ഒരു വിഹാര കേന്ദ്രമാണ്. പ്രത്യേകിച്ച് എന്റെ ഈ പാനലിസ്റ്റ് ആയിട്ടുള്ള കോൺഗ്രസിന്റെ മുൻ കൗൺസിലറായിട്ടുള്ള ആൾക്കുൾപ്പെടെ കൃത്യമായിട്ട് അറിയാം എങ്ങനെയാണ് CPM-ന്റെ നേതാക്കന്മാർ, CPM-ന്റെ ബ്രാഞ്ച് തൊട്ട് സംസ്ഥാനം വരെയുള്ള നേതാക്കന്മാർ ഈ മെഡിക്കൽ കോളേജിനെ അവരുടെ സ്ഥാപിതമായ താല്പര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതെന്ന് കൃത്യമായിട്ട് അറിയാം. അപ്പോ ഇവിടെ ഈ പറയുന്ന താക്കോലിന്റെയും മെഷീന്റെയും ഒക്കെ കാര്യം നമ്മൾ സംസാരിച്ചു, ഈ സർജിക്കൽ ഉപകരണങ്ങളുടെ.
ഇവിടെ CPM-ന്റെ നേതാക്കന്മാരുടെ വീടുകളിൽ പോയി നോക്കിയാൽ അതൊക്കെ ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റുകളുടെ താക്കോലുകളും ഉപകരണങ്ങളൊക്കെ കൃത്യമായി കാണാൻ കഴിയും എന്നുള്ളതാണ് എന്റെ അനുഭവം. അപ്പോൾ ഞാൻ അതിനോട് ഞാൻ തമാശയായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ വിഷയവുമായി ഇതിന്റെ മെറിറ്റ് നമ്മൾ ചർച്ച ചെയ്യപ്പെടാതെ പോകരുത്. ഇവിടെ ഇവർ ഉദ്ദേശിക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഉയർത്തിക്കൊണ്ടുവന്ന ഈ കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ കെടുകാര്യസ്ഥതയും ആരോഗ്യ മേഖലയിലെ ചൂഷണവും ഈ ആരോഗ്യ മേഖലയിലെ ശോഷിപ്പും ചർച്ച ചെയ്യാതെ പോകാൻ വേണ്ടി നമുക്ക് കഴിയില്ല. ഇവര് ഡോക്ടർ ഹാരിസിനെതിരെ നിരന്തരമായ ആക്രമണങ്ങൾ, നിരന്തരമായ ആരോപണങ്ങൾ, നിരന്തരമായ പ്രഹരങ്ങൾ ഏൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഹാരിസ് മുന്നോട്ട് വെച്ച കൃത്യമായ കേരള പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ട വിഷയത്തെ, ഈ കേരളത്തിന്റെ പൊതു ആരോഗ്യ മേഖലയ്ക്കകത്ത്, ഗവൺമെന്റ് ആശുപത്രികൾക്കകത്ത്, മെഡിക്കൽ കോളേജുകളിൽ, ജനറൽ ആശുപത്രികളിൽ, താലൂക്ക് ആശുപത്രികളിൽ കൃത്യമായി ഈ പറയുന്ന ശസ്ത്രക്രിയാ ഉപകരണങ്ങളില്ല, പ്രാഥമികമായിട്ടുള്ള ചികിത്സകൾക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങളില്ല, മരുന്നുകളില്ല, അതെല്ലാം എത്തിക്കാനുള്ള സാഹചര്യങ്ങളില്ല. ഇവിടെ ആ മരുന്നുകൾ പർച്ചേസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്, ഈ പറഞ്ഞ ഉപകരണങ്ങൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപ അതിന്റെ സ്ഥാപനങ്ങൾക്ക്, പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്ക് കേരള സർക്കാർ കൊടുക്കാനുണ്ട് എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിന്റെ തെളിവ് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ കാര്യങ്ങളെ ചർച്ച ചെയ്യപ്പെടാതിരിക്കാനും ആ കാര്യങ്ങൾ പൊതുസമൂഹത്തിനിടയിൽ നിവർത്തികേടുകൊണ്ട്. നിങ്ങൾ നോക്കൂ, ഡോക്ടർ ഹാരിസ് ആരാ? BJP-കാരനാ? കോൺഗ്രസ്സുകാരനാ? അയാളൊരു CPM-കാരനല്ലേ? ഡോക്ടർ ഹാരിസ് ആരുടെ അളിയനാ? തിരുവനന്തപുരത്തെ CPM-ന്റെ പ്രധാന നേതാവിന്റെ ഒരു അളിയനല്ലേ? ഡോക്ടർ ഹാരിസ് കഴിഞ്ഞ ഒരു വാർത്താ സമ്മേളനത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ കുറിച്ച് പറഞ്ഞത് എന്താ? ഗുരുനാഥൻ എന്നാ, ഞാനൊരു ഇടതുപക്ഷക്കാരനെന്നാ. അപ്പൊ ഇടതുപക്ഷക്കാരനായ CPM-ന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ, കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഗുരുനാഥനായി കാണുന്ന ഇടതുപക്ഷക്കാരനായിട്ടുള്ള ഇടതുപക്ഷ കുടുംബത്തിൽപ്പെട്ട ഡോക്ടർ ഹാരിസിന് നിവർത്തികേട് കൊണ്ട്, ഗതികേട് കൊണ്ട് തന്റെ ജോലി, തന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള കർത്തവ്യം യഥാസമയത്ത് യഥാക്രമം മനസ്സിന് ഉചിതമായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല എന്ന സാഹചര്യം വന്നപ്പോ അദ്ദേഹത്തിന് അത് പുറത്തു പറയേണ്ടി വന്നു. ഈ പറയുന്ന ഹാരിസ് ഡോക്ടറെ കുറിച്ച് കേരളത്തിന്റെ ബഹുമാനിയായിട്ടുള്ള ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞ വാക്കുകൾ എന്താ? ഡോക്ടർ ഹാരിസ് എന്ന് പറയുന്നത് ഏറ്റവും ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ഡോക്ടറാണെന്ന്, ജെനുവിൻ ആയിട്ടുള്ള, സത്യസന്ധനായിട്ടുള്ള ഡോക്ടറാണെന്നാണ് പറഞ്ഞത്. അദ്ദേഹം ഏറ്റവും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള, കഠിനാധ്വാനിയായിട്ടുള്ള ഡോക്ടറാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ജെനുവിൻ ആയിട്ടുള്ള, ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള, ഏറ്റവും സത്യസന്ധനായിട്ടുള്ള ഡോക്ടർ എങ്ങനെയാണ് കള്ളനായി ഇവിടെ ചിത്രീകരിക്കപ്പെടുന്നത് എന്നുള്ള വൈരുദ്ധ്യം നമ്മൾ തിരിച്ചറിയണം. ശരി, ചോദ്യമാണ്, പൊതുസമൂഹം ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഇദ്ദേഹം നല്ലവനാണ്, മിടുക്കനാണ്, ഹാർഡ് വർക്കിംഗ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് കീഴ്മേൽ മറിയുകയാണ്. ഇപ്പോൾ വ്യഗ്രതയാണ് ഇദ്ദേഹത്തെ കള്ളനാക്കുവാൻ. എന്തിനാണ് ഈ വ്യഗ്രത? അദ്ദേഹം ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ അത്രമാത്രം പൊള്ളിക്കുന്നുണ്ടായിരുന്നു. അല്ല, എന്നെ സംസാരിക്കാൻ പറഞ്ഞോളൂ. പിന്നെ 20 ലക്ഷം രൂപയുടെ ശശിധരന്റെ ഫണ്ടിൽ നിന്ന് വാങ്ങിച്ച മെഷീൻ ആദ്യം പറഞ്ഞ തനിക്കറിയില്ല, പിന്നെ പിറ്റേ ദിവസം പറഞ്ഞു താൻ അത് ഉപകരിക്കാൻ, തനിക്ക് തന്റെ കൂടെ ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത, പുള്ളി പറഞ്ഞത് പുള്ളിക്ക് ഉപയോഗിക്കാൻ പാടില്ലെന്നുള്ളൂ. ഇതെല്ലാം പിന്നെ വിഷ്വൽ എവിഡൻസ് മാറ്റി വെച്ചെന്ന് പറഞ്ഞു. ഇതുവരെ ആ മിഷൻ കണ്ടുപിടിച്ചിട്ടില്ല. 12 ലക്ഷത്തിന്റെ ഒരു ഉപകരണമാണ് കണ്ടുപിടിച്ചത്. ഉപയോഗിക്കാൻ അറിയാതെ മാറ്റിവെക്കാതെ പിന്നെ എന്ത് ചെയ്യും? അവിടെ ഗുരുതരാവസ്ഥയിൽ രോഗികൾ വന്നു ഈ മെഷീൻ ഉപയോഗിച്ചിട്ട്, അതുകൊണ്ടാണ് മാറ്റിവെച്ചത്. പിന്നെ ഉപയോഗിച്ച് അവരുടെ ജീവൻ നഷ്ടപ്പെടുത്തണോ? ഞാൻ പറഞ്ഞത് ഒരാളെ ഇരുത്തിയിട്ട് ഇങ്ങനെ മിണ്ടിക്കാതിരിക്കുന്നത്. ഞാൻ ഇതെല്ലാം നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങളാണ് പറഞ്ഞത്. എന്റെ കയ്യിൽ നിന്നൊന്നും നിങ്ങളൊക്കെ മാധ്യമങ്ങൾ കാണിച്ച കാര്യങ്ങളാ. തലേദിവസം പറഞ്ഞു എന്റെ ഈ സാധനം ഇല്ലെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം പറഞ്ഞു ഞാൻ അത് ഉപയോഗിക്കാൻ പറ്റാത്തത് മാറ്റി വെച്ചെന്ന് പറഞ്ഞു. ഈ മാറ്റിവെച്ച ഈ ഉപകരണം എവിടെ? സ്റ്റിൽ നൗ അത് കണ്ടുപിടിച്ചിട്ടില്ല. ഈ സാധനം തന്നെ അവിടെ ഉള്ളത്. താങ്കൾ ഇതെന്താണ് മനസ്സിലാക്കാത്തത്? മന്ത്രി മോഷണം പോയി എന്ന് പറഞ്ഞ സാധനം തന്നെയാണ് അവിടെ ഉള്ളത്. അതാണ് അവിടെ കണ്ടെത്തിയിട്ടുള്ളത്. മിസ്റ്റർ യു ജസ്റ്റ് നിങ്ങളൊന്നും മിണ്ടാതിരിക്കൂ പ്ലീസ്. ഞാൻ സംസാരിക്കുന്നത് താങ്കൾ ഈ പറയുന്നത് ഞാനൊക്കെ മെഡിക്കൽ കോളേജ് 24 മണിക്കൂർ ഉള്ള ആളാണ്. അങ്ങ് അവിടുത്തെ ഓരോ കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് താങ്കൾ പറയുന്ന കാര്യം കേട്ടുകൊണ്ട് അങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല. കാണാനില്ല എന്നല്ലെങ്കിൽ മോഷ്ടിച്ചു എന്ന് മന്ത്രി പറഞ്ഞത് അവിടെ ഉണ്ട് എന്ന് പിറ്റേ ദിവസം അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം എന്നിട്ട് അത് ഉപയോഗിക്കാൻ പറ്റാത്തത്, അതിൽ വൈദഗ്ധ്യം നൽകിയിട്ടില്ല. ഒരുപാട് ഉപകരണം, ഇത് മാത്രമല്ല, വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ, അല്ല ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ, വിവിധ ഉപകരണങ്ങൾ, ഡിപ്പാർട്ട്മെന്റ് വിവിധ ഉപകരണങ്ങൾ ബാംഗ്ലൂരോ ഡൽഹിയിലോ പോയി, അല്ല പറയുന്നത് താങ്കൾക്ക് അറിഞ്ഞൂടാത്ത ഒരു കാര്യം പറയുമ്പോൾ ഞങ്ങൾ കേട്ടോണ്ടിരിക്കണമെന്ന് എന്ത് ന്യായമാണ്? ഒരു കാര്യം ശ്രീകുമാറിന് ഇക്കാര്യം മുഴുവൻ അറിയാം. കാരണം ശ്രീകുമാർ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നയാളാണ്, മുൻ വാർഡ് കൗൺസിലറാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ ലോക്കൽ കാര്യങ്ങൾ താങ്കളെക്കാൾ നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് താങ്കൾക്ക് അറിയാൻ പാടില്ലാത്ത കുറെ കാര്യങ്ങൾ താങ്കൾ ഞാനുമായിട്ട് വിവിധ
ചർച്ചകളിൽ അപ്പോഴെല്ലാം താങ്കൾ ഈ മെഡിക്കൽ കോളേജ് വിഷയത്തിൽ മാത്രമേ ഞാൻ വരാറുള്ളൂ. താങ്കൾക്ക് ലോകത്തിലെ മുഴുവൻ കാര്യങ്ങളും അറിയാം. പക്ഷേ മെഡിക്കൽ കോളേജിലെ ഒരു ചുക്കും ചുണ്ണാമ്പും അറിഞ്ഞുകൂടാതെ വല്ലവൻ പറയുന്നത് കേട്ടുകൊണ്ടാണ് താങ്കൾ ഇവിടെ ഒന്ന് പ്രസംഗിക്കുന്നത്. ഇത് തെറ്റാണ്. താങ്കൾ ആരെ പഠിക്കുന്നത്? ഡോക്ടറൊന്നും അല്ല അദ്ദേഹം, പക്ഷേ കാര്യങ്ങൾ അറിയാവുന്നതാണ്. ഞാൻ 10-30 വർഷമായി മെഡിക്കൽ കോളേജ് രാവും പകലും അവിടെ പ്രവർത്തിക്കുന്ന ആളാണ്. പാവപ്പെട്ടവന് സഹായിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരാളാണ്. അവിടുത്തെ സിസ്റ്റത്തിന് വിഷയം ഉണ്ടെങ്കിൽ ആ സിസ്റ്റത്തിന് വിഷയം ചൂണ്ടിക്കാണിക്കുന്ന ഒരാളാണ്. ഇവിടെ സിസ്റ്റം ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ആ മന്ത്രി ഇന്ന് വരെ ആ സിസ്റ്റത്തിന്റെ തകരാറ് എവിടെയാണ് കണ്ടെത്തിയിട്ട് പരിഹരിക്കാനല്ല ശ്രമിക്കുന്നത്. ആ മന്ത്രി പരിഹരിക്കാൻ ചെയ്യുന്നത് ഹാരിസിനെ കള്ളനാക്കിക്കൊണ്ട് ഈ കുത്തഴിഞ്ഞ ഡിപ്പാർട്ട്മെന്റിനെ അവിടെ കഴിവ് കേട്ട എത്ര ഉദ്യോഗസ്ഥരെയാണ് തലപ്പത്ത് കൊണ്ടുവച്ചിരിക്കുന്നത്. ആ നല്ല കൊള്ളാന്നുള്ള ഒരു ഡോക്ടറും അവിടുത്തെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന് എഴുതി കൊടുത്തിരിക്കുകയാണ്. ഈ സാഹചര്യം താങ്കൾ മനസ്സിലാക്കാതെ അതാണ് അവിടെ കണ്ടെത്തിയിട്ട് പറഞ്ഞു ശശി തരൂർ എംപിയുടെ ഫണ്ടിൽ നിന്ന് വാങ്ങിയ സാധനമാണ്, അത് ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് പിറ്റേന്ന് തന്നെ പറഞ്ഞു. അത് അദ്ദേഹം ഇതൊരു ചർച്ചയല്ലേ, ഡെമോക്രസി ഇല്ലേ ഇതിനകത്ത്? താങ്കൾ എന്തിനാണ് വെക്കുന്നത്? അല്ല, താങ്കൾ പറയുന്നത് എല്ലാ വിട്ടത്തിനും കേട്ടോണ്ടിരിക്കാൻ പറ്റുമോ? അങ്ങനെ മിഷൻ കണ്ടെത്തിയില്ല. താങ്കളുടെ കയ്യിൽ ഫോണുണ്ടല്ലോ, ആ ഫോൺ എടുത്ത് ആ സൂപ്രണ്ടിനെയോ പ്രിൻസിപ്പാളിനെയോ ഒന്ന് വിളിക്കുക, അല്ലെങ്കിൽ മന്ത്രി ഓഫീസിൽ വിളിക്കും. ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് വിവിധ ചാനലുകൾ എന്നെ ചർച്ചയ്ക്ക് വിളിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചത് CPM-ന്റെ പ്രതിനിധി ഏതെങ്കിലും ചർച്ചയിൽ വരുന്നുണ്ടോ ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞെന്തറിയാം, ഈ മന്ത്രിയെ വന്നിരുന്ന് പുകഴ്ത്താനും ന്യായീകരിക്കാനും ഞങ്ങൾ തയ്യാറല്ല എന്ന് CPM-ന്റെ പ്രധാന നേതാക്കൾ ഇവിടുന്ന് മീഡിയ പ്രവർത്തകരോട് പറഞ്ഞു. ഞാൻ ഒരു കാര്യം പറയാം, ആകെ കൂടി ഈ റെജി ലൂക്കോസ് അല്ലാതെ ഈ മന്ത്രിയെയും ഈ ഗവൺമെന്റിനെയും ന്യായീകരിക്കാൻ വരുന്നില്ല. സത്യത്തിൽ നിങ്ങൾക്ക് ദിവസക്കൂലിയാണോ മാസക്കൂലിയാണോ നിങ്ങൾ പറയേണ്ടത്? അല്ല, അങ്ങനെയൊന്നും പറയല്ലേ. റജി അങ്ങനെയല്ല, റജി അങ്ങനെ ആ രീതിയിൽ റജിയോട് പറയണ്ട. ചാനലിൽ വരുന്നതുകൊണ്ട് അസംബന്ധം പറയുന്നോ? അല്ല, ഇത്രയും ന്യായീകരിക്കുന്ന ഒരു മനുഷ്യനെ കേരളത്തിലെ പൊതുസമൂഹം കണ്ടിട്ടില്ല. തെറ്റിനെ തെറ്റെന്ന് പറയുന്നതിന് പകരം സകല കാര്യത്തിൽ ന്യായീകരിക്കണം. കുറ്റക്കാരനെന്നാണ് താങ്കൾ ഇതുവരെ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, റജി, താങ്കൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഡോക്ടർ ഹാരിസ് ഈ സിസ്റ്റത്തിന്റെ കുഴപ്പത്തെ കുറിച്ച് വിളിച്ചു പറഞ്ഞ, ഗതികെട്ട് വിളിച്ചു പറഞ്ഞ ഇടത് സഹയാത്രികൻ, CPM സഹയാത്രികനായ ഡോക്ടർ ഹാരിസ് കുറ്റക്കാരനാണ് മെഡിക്കൽ കോളേജിലെ ഉപകരണം കാണാതായതിൽ. ഇതാണോ താങ്കൾ പറയുന്നത്? താങ്കൾ എന്നോടുള്ള ചോദ്യം ചോദിക്കുന്നില്ല. എന്താ അർത്ഥം? താങ്കൾ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല. താങ്കൾ കൂടെ കൂടിയിരിക്കുന്ന വെട്ടുക്കിളികൾ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല. താങ്കൾ പിന്നെ എന്തിനാണ് ഇവിടെ പിടിച്ചിരുന്നിരിക്കുന്നത്? എന്താ വെച്ചാൽ താങ്കൾ പറയുന്നതിനേക്കാൾ അതിന്റെ ഒരു വസ്തുത അറിയാവുന്ന ആളുകളാണ്, അതുകൊണ്ടാണ് ശ്രീകുമാർക്ക്. ശരി, താങ്കൾ പറഞ്ഞോളൂ. ഗവൺമെന്റ് ഈ വിദ്വാനെതിരെ അന്വേഷണം നടത്തണം. CPM നേതാക്കളുടെ വീട്ടിൽ പോയി താക്കോൽ കണ്ടെന്നൊക്കെ ഇയാൾ പറയുന്നത്. അപ്പൊ ഇയാളുടെ തൊഴിലെന്താ? എന്നിട്ട് പറയാം ഞാൻ തമാശ പറയുന്നൊക്കെ ഇത്ര വാക്കുകളാണോ? ഇതാണോ നാം പഠിച്ചിരിക്കുന്ന മര്യാദ? പറയൂ, താങ്കൾ പറയൂ. അല്ലല്ല, ഈ ഡോക്ടറെ കുറ്റക്കാരനാണ്, ഇതാണോ ശ്രീ റജി ലൂക്കോസ് താങ്കൾ പറയാൻ ഉദ്ദേശിക്കുന്നത്? ഞാനത് തുറന്ന് ചോദിക്കുകയാണ്, ഡോക്ടർ കുറ്റക്കാരനാണോ? താങ്കൾ പോയി കയറിയത് ഈ താക്കോൽ കണ്ടത് താങ്കൾ മറുപടി പറയണം. ചുമ്മാ ചാനലിൽ നിന്ന് മൈക്കിന് ഉപയോഗിച്ചോണ്ട് പറയുമ്പോഴത്തേക്കും സൂക്ഷിക്കണം. ഞങ്ങൾക്ക് മാന്യമായിട്ട് ചാനൽ ഇടപെടുന്നത്. താക്കോലിന്റെ കാര്യം എന്താണ്? ആ താക്കോൽ എവിടെയായിരുന്നു എന്നാണ്? അല്ല, സർക്കാർ ഈ മനുഷ്യരെ അന്വേഷണം പ്രഖ്യാപിക്കുകയാണ്. ഞാൻ മന്ത്രി വീണാൻ എന്താണ് CPM പ്രവർത്തകരുടെ വീട്ടിലൊക്കെ കയറി നോക്കുമ്പോൾ അവിടെ താക്കോലിരിപ്പുണ്ടെന്ന് മെഡിക്കൽ കോളേജിന്റെ പറഞ്ഞിട്ട് പറയാം തമാശ പറയാണെന്ന് വാക്കുകളാണ് ഇയാൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഏതെല്ലാം വീട്ടിൽ നമ്മൾ കയറി, ഏത് സമയത്താണ് കയറി, അസമയത്താണ് കയറി നോക്കിയത്? കേരളത്തിലെ ജനങ്ങൾക്ക് അറിയണം ആരാണ് താങ്കൾ എന്നുള്ളത് അറിയണം. എന്നിട്ടാണ് ചർച്ച മുന്നോട്ട് പോകാനായിട്ട്. തമാശക്ക് ഇങ്ങനത്തെ കാര്യമാണോ പറയുന്നത്? ഒരു ചാനലിൽ ഉപയോഗിക്കുന്ന ഭാഷയൊക്കെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലാണോ പറയേണ്ടത്? ആണോ പറയേണ്ടത്? എന്നിട്ട് ഞാൻ സംസാരിക്കുന്നുണ്ട് ബെബ്ബ അടിക്കുക, ബഹളം വെക്കുക, എന്നെ കൊണ്ട് മിണ്ടിക്കാതിരിക്കുക. ഇത് എവിടുത്തെ മര്യാദ? ഇങ്ങനെയുള്ളവരൊക്കെ നിങ്ങൾ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ എന്നെ പോലുള്ളവരൊന്നും വിളിക്കരുത്. ഇതേ കഥാപാത്രങ്ങളെ തന്നെ വെച്ച് ചർച്ചയല്ല. ഇത് ചർച്ചയല്ല. ഞാൻ ചോദിച്ച ചോദ്യത്തിലേക്ക് വരും. ഡോക്ടർ ഹാരിസ് കുറ്റക്കാരനാണ്. CPM നേതാക്കളുടെ വീട്ടിൽ കയറി ഇപ്പൊ താക്കോല് കണ്ടെന്നൊക്കെ പറയാനായിട്ട് ഏത് CPM നേതാക്കളുടെ വീട്ടിൽ ഇയാൾ കയറിയിരിക്കുന്നത്? അസമയത്താണോ അല്ലെങ്കിൽ നല്ല സമയത്താണോ? എവിടെ കണ്ടു? അത് പറയട്ടെ. ഈ മനുഷ്യൻ ആദ്യം മറുപടി പറയട്ടെ. അതിനൊക്കെ മറുപടി ഇയാൾ പറയട്ടെ. എന്നിട്ടാണ് ചർച്ച മുന്നോട്ട് പോകാനായിട്ട്. ഞാനല്ല, ഉല്ലാസാണ് പറഞ്ഞത്. ഉല്ലാസ് അതിന് മറുപടി പറയണം. ഞാൻ ഒരു കാര്യം പറയാം. BJP ഗോകുലാണ് അതിന് മറുപടി പറയുന്നത്. ഞാനൊരു കാര്യം പറയാം. ഗോകുൽ പറഞ്ഞ ഒരു യാഥാർത്ഥ്യമുണ്ട്. മെഡിക്കൽ കോളേജ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരിക്കുന്നു.
SAT ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറി ഏൽപ്പിക്കുന്നു, RCC ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഏൽപ്പിക്കുന്നു. അവിടെ കാണിക്കുന്ന അഴിമതി തെമ്മാരത്തിനും എല്ലാം ഇവിടുത്തെ ലോക്കൽ നേതാക്കളെ അറിഞ്ഞുകൊണ്ട് അവരുടെ നിർദ്ദേശത്തിലാണ് നടക്കുന്നത്. ഗോകുൽ പറഞ്ഞ സത്യമാണത്. തർക്കം വേണ്ട. ഞാൻ ചോദിച്ചത് ഇത്രേ ഉള്ളൂ. ഡോക്ടർ ഹാരിസ്, ഈ സിസ്റ്റത്തിന്റെ കുഴപ്പം പറഞ്ഞ ഡോക്ടർ ഹാരിസ് ഇപ്പോൾ കുറ്റക്കാരനായി മാറുകയാണോ അല്ലയോ? അത് മാത്രമേ ഉള്ളൂ. താങ്കളും ഉദ്ദേശിക്കുന്നത് ഡോക്ടർ ഹാരിസ് ആണ് കുഴപ്പക്കാരൻ, ഇതാണോ? അടുത്ത തവണ നിങ്ങൾ UDF വേണ്ടി കുഴഞ്ഞു കുത്തുക. പക്ഷെ കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുന്നില്ല. കാരണം ഇതുപോലത്തെ ചർച്ചക്കാരെടുത്തി എങ്ങനെയാ കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുന്നത്? ഈ സിസ്റ്റത്തെയും ഈ മെഡിക്കൽ സംവിധാനത്തെ തകർത്ത് സ്വകാര്യ വ്യക്തികൾക്ക് ഓശാന വളർന്ന ഇയാളെ പോലുള്ളവരൊക്കെ ചർച്ചയ്ക്ക് എത്തുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം. വളരെ മര്യാദകൾ. ചോദ്യത്തിന് ഉത്തരം പറയൂ. അല്ല, താങ്കൾ ഉദ്ദേശിക്കുന്നത് ഡോക്ടർ ഹാരിസ് കുഴപ്പക്കാരനാണ്, അതാണോ? ഏത് CPM വീട്ടിലാ പോയത്? നിയമപരമായ നടപടി. അല്ല, അത് ഗോകുൽ പറയട്ടെ. ഗോകുൽ എന്താണ് അങ്ങനെ ഉദ്ദേശിച്ചത്? ഗോകുൽ പറയൂ. ചർച്ച മുന്നോട്ട് കൊണ്ടുപോകണം. വളരെ മോശം, വളരെ മോശം. ഞാൻ ഇങ്ങനെ ചർച്ച പങ്കെടുത്തിട്ടില്ല. അല്ല, വിഷയത്തിൽ നിന്ന് തെറ്റുകയാണ് റജി. വിഷയം മാറ്റിക്കൊണ്ടുപോവുകയാണ് ഗോകുൽ. റജി ഒന്ന് പറയട്ടെ. റജി ഒന്ന് പറയട്ടെ. താങ്കൾക്ക് മറുപടി കേൾക്കണമെങ്കിൽ കേൾക്കൂ, അല്ലെങ്കിൽ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയൂ. ഒരാൾ ഏകപക്ഷീയമായിട്ട് കടന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും, ബാക്കിയുള്ളവരെല്ലാം ഇത് ചെവിയിൽ ഇരട്ടം അടിച്ചു പോകും. എന്തൊക്കെ പറയുന്നു? നിങ്ങൾ പറയാൻ അനുവദിക്കാൻ നിങ്ങൾ സമയമുണ്ടെങ്കിൽ മറുപടി പറയാം. അല്ല, ആ CPM-കാരുടെ വീട്ടിലെ താക്കോൽ, അതിനെ പറ്റിയാണ് ഗോകുൽ പറയുന്നത്. അദ്ദേഹം എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? മറുപടി പറഞ്ഞിട്ടേ പോവുള്ളൂ. ഇതുപോലുള്ളവരൊക്കെയാണ് നിങ്ങൾ ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ റജി, മറുപടി കേൾക്കൂ റജി. ഞാൻ മറുപടി പറയാം. ഈ ഇരിക്കുന്ന വിദ്വാന്മാർ ഇടപെടുന്നു. അപ്പൊ ഇത് ചർച്ചയല്ല. ഇതാ ഡോക്ടറെ നിങ്ങളാണ് കള്ളനാക്കുന്നത്. ഇതുകൊണ്ടാണ് ഇടപെടുന്നത്. താങ്കൾ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് വരുന്നതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്ന ആളാ ചേട്ടാ. ഞാൻ ഈ മെഡിക്കൽ കോളേജിന്റെ പരിധിയിൽ സംഘടനാ പ്രവർത്തനം നടത്തി ജീവിച്ച് വരുന്ന ഒരാളാ. മറുപടി ഞാൻ യഥാർത്ഥമായി മറുപടി പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ് ബോളം വയ്ക്കുന്നത്. താക്കോൽ പൂട്ടി വീട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കാനായിട്ട് ഈ ഡോക്ടർക്ക് എന്താ അധികാരം? ഇദ്ദേഹത്തിന് വീട്ടിലെ സാധനമാണോ? മറുപടി പറയാം. നിങ്ങൾ സമാധാനപ്പെട്, മറുപടി കേൾക്ക്. നമ്മളെ വിഷയത്തിൽ നിന്ന് ഈ വിഷയം ചർച്ച ചെയ്യേണ്ട. ഈ പറയുന്ന ഹാരിസ് ചിറക്കലിന്റെ വിഷയം ചർച്ച ചെയ്യേണ്ട എന്നുള്ളതാണ് നിങ്ങളുടെ CPM-ന്റെ നിലപാട്. അതുകൊണ്ടാണ് CPM-ന്റെ നിരീക്ഷകനായി ഇവിടെ വന്നിരിക്കുന്ന ആള് ഇത്തരത്തിൽ ഈ ചർച്ചയെ വഴിമാറ്റിവിടാൻ വേണ്ടി ശ്രമിക്കുന്നത്. അനാവശ്യമായിട്ടുള്ള കോലാഹലങ്ങൾ ഉണ്ടാക്കി ഈ വിഷയത്തെ USIT ചർച്ച ചെയ്യേണ്ട എന്ന നിലപാടാണ് നിങ്ങൾ കേരളത്തിലെ ജനങ്ങൾ സമാധാനമായിട്ടിരിക്കൂ. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനും പറഞ്ഞ കാര്യങ്ങൾക്കും മറുപടി പറഞ്ഞിട്ടേ BJP-യുടെ പ്രതിനിധിയായിട്ട് പോകുള്ളൂ. നിങ്ങൾ CPM-ന്റെ നിരീക്ഷകൻ, നിങ്ങൾ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും മറുപടി പറഞ്ഞിട്ട് അവിടുന്ന് പോകുള്ളൂ. അതിനാണ് അവിടെ ചുമതലപ്പെടുത്തിയിട്ടേക്കുന്നത്. അതിന് ചുമതലപ്പെട്ടുകൊണ്ടാണ് അവിടെ ഇരിക്കുന്നത്. നിങ്ങൾ ഈ വിഷയം കേരളത്തിലെ ആരോഗ്യ മേഖല, കേരളത്തിലെ സർവ്വ മേഖലകളും പൊതുമേഖലകളും താറുമാറായി അതിനെല്ലാം നിഷ്കരണം. റജി മതിയാക്കൂ. പറഞ്ഞത് തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റജി മതിയാക്കൂ. അല്ല, ഇത് ചർച്ച ഉഴപ്പുകയാണ് കേട്ടോ. റജി ചർച്ച ഉഴപ്പിക്കൊണ്ട് പോകല്ലേ? ഉഴപ്പിക്കൊണ്ട് പോകാൻ പറ്റില്ല. റജി ഉഴപ്പിക്കൊണ്ട് പോകാൻ പറ്റില്ല. ചോദിക്കുന്നതിന് സ്പെസിഫിക് ആയിട്ട് ഉത്തരം പറയുക. പ്രതിരോധത്തിനുള്ളത് ഇക്കാര്യത്തിൽ സർക്കാർ തന്നെയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടക്കുന്ന സംഭവങ്ങളിൽ പ്രതിരോധത്തിനുള്ളത് സംസ്ഥാന സർക്കാരും ആരോഗ്യ വകുപ്പും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലും സൂപ്രണ്ടും തന്നെയാണ്. അപ്പോൾ അപ്പോൾ ചോദ്യങ്ങൾ ഉണ്ടാകും. സ്വാഭാവികമായിട്ടും ഉണ്ടാവുക തന്നെ ചെയ്യും. 4 പ്രതികളെ വിളിച്ചിരുത്തിയിട്ട് CPM-ന്റെ പ്രതിനിധിക്ക്, CPM-ന്റെ നിരീക്ഷകന് ഒരുപാട് സമയം കൊടുത്ത് എന്തും പറയാനുള്ള ഗോകുൽ ഇടപെട്ടില്ല. താങ്കൾ ഗോകുലിനോട് ചോദിച്ച ചോദ്യമാണ്. അതിനുള്ള മറുപടി ഗോകുൽ തരും. റജി മിണ്ടാതിരിക്കൂ. റജി മിണ്ടാതിരിക്കണം. ഗോകുൽ പറയട്ടെ. നിങ്ങൾ അവരോട് ഉപയോഗിക്കണം. ആദ്യം എന്നെ ഇടപെട്ടപ്പം എന്തുകൊണ്ട് പറഞ്ഞത്? ഞങ്ങളല്ലേ ഒരു കൂലിക്കാരോ? നിങ്ങളൊക്കെ പറയുന്നത് കേട്ടോണ്ടിരിക്കാനായിട്ട് നിങ്ങൾ ആദ്യം അവരോട് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞ കേൾക്കൂ. അല്ല, താങ്കളുടെ ഉദ്ദേശം എന്താണ്? താങ്കളുടെ ഉദ്ദേശം എന്താണ്? താങ്കളുടെ ഉദ്ദേശം എന്താ? നിങ്ങളുടെ ഉദ്ദേശം എന്താ? അല്ല, ഇവിടെ പ്രതിരോധത്തിലായിരിക്കുന്ന സംസ്ഥാന സർക്കാരും ആരോഗ്യ വകുപ്പുമാണ്. അത് എന്റെ നിലപാട് അങ്ങനെ തന്നെയാണ്. ഈ വിഷയത്തിൽ മറുപടി പറയേണ്ടത് സംശയമില്ലാത്ത കാര്യമാണ്. അത് തന്നെയാണ് നിലപാട്. അതുകൊണ്ട് ചോദ്യങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. പറയുന്നത് അംഗീകരിക്കാൻ സൗകര്യമില്ല. ഞങ്ങൾ പറയും
അല്ലെങ്കിൽ ഞാൻ ഇവര് സംസാരിച്ചപ്പോ എന്തായാലും വേണ്ടിയോ നമ്മൾ തർക്കിച്ച് മഞ്ജുസ് പറയൂ. ഈ കൊച്ചു പിള്ളേരെ പോലെ കൊച്ചു പിള്ളേരെ പോലെ ഇങ്ങനെ പറയില്ല ശ്രീ റജി. അതുകൊണ്ട് മറുപടി പറയട്ടെ. ഗോകുലത് കൃത്യമായ ബോധ്യത്തോട് പറഞ്ഞതാണെങ്കിൽ അദ്ദേഹം അതിന് മറുപടി പറയട്ടെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ചോദിക്കാം. ഒരു ചർച്ചയ്ക്ക് വന്നിരുന്നിട്ട് ഇടതുപക്ഷ പ്രതിനിധി വരുമ്പോഴത്തേക്ക് അവനെ കൊണ്ട് മിണ്ടിക്കത്തില്ല, എല്ലാരെ കൊണ്ടും വേളം വെപ്പിക്കുക. താങ്കളല്ലേ മിണ്ടിക്കാതിരിക്കുന്നത്? താങ്കളല്ലേ മിണ്ടിക്കാതിരിക്കുന്നത്? അത് ആ കാലമൊക്കെ പോയി. ഞങ്ങൾ പറയാനുള്ള ഞങ്ങൾ പറയും, ഞങ്ങളെ കേൾക്കാൻ നിങ്ങളെ കേൾക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥ. അതാണ് ജനാധിപത്യ മര്യാദ. അങ്ങനെയാണ് പൂർണ്ണ സമയം CPM കൊടുത്തിരിക്കുകയാണ്. പറ്റില്ല റജി, ഇത് പറ്റില്ല കേട്ടോ. ഗോകുൽ പറയൂ, ഗോകുൽ പറയൂ. ഒന്ന് മിണ്ടാതിരിക്കും എന്റെ പൊന്ന് റജി, ഒന്ന് മിണ്ടാതിരിക്കും കേട്ടോ. മിണ്ടാതിരിക്കണേ. ഞാൻ സംസാരിച്ചപ്പോൾ ഇവരെ കൊണ്ട് മിണ്ടിച്ചത് അത് നിങ്ങൾ മിണ്ടാതിരിക്കുന്ന ചോദ്യം എന്തുകൊണ്ട് അവരോട് ചോദിച്ചില്ല? അപ്പൊ നിങ്ങളുടെ അജണ്ടയ്ക്ക് അനുസരിച്ച് ഞാൻ മാറി തരണോ? അജണ്ടയുണ്ട്, അത്രേ ഉള്ളൂ. ഗോകുൽ പറഞ്ഞോളൂ. അല്ലല്ലല്ല, നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ വേണേ ശബ്ദം മ്യൂട്ട് ചെയ്തോ? ശബ്ദം മ്യൂട്ട് ചെയ്യുന്നില്ല. അജണ്ട ഉണ്ടോ എന്ന് ചോദിച്ചു. അജണ്ട ഉണ്ട് ഇക്കാര്യത്തിൽ. അല്ലല്ല, അത് പൊതുസമൂഹത്തിൽ പൊതുസമൂഹം അംഗീകരിക്കുന്ന അജണ്ട തന്നെയാണ്. അല്ലല്ല, ആരോഗ്യവകുപ്പിലെ അനാസ്ഥ തുറന്നു കാട്ടി ഒരു ഡോക്ടറെ കള്ളനാക്കുമ്പോൾ അതിനെതിരെ ശബ്ദിക്കേണ്ടത് മാധ്യമങ്ങളാണ്. അത് ചെയ്യുക തന്നെ ചെയ്യും. അതിപ്പോൾ റജി എത്ര വണ്ടി വെച്ചാലും കാര്യമില്ല. റജിയുടെ വായിലെ വെള്ളം പറ്റും, അത്രേ ഉള്ളൂ. അതിനകത്ത് വേറെ ഒരു സംശയവും അക്കാര്യത്തിലില്ല. അല്ലല്ല, ഇന്ന് ചർച്ച നടത്തില്ലെങ്കിൽ അടിപൊളിയാണ് എന്ന് പറഞ്ഞ് PR വർക്ക് നടത്തി പർവ്വതീകരിച്ച് ഹിമാലയത്തിന് മുകളിൽ എടുത്തു വെച്ചിരുന്ന കേരള നമ്പർ 1 എന്ന കേരള മോഡൽ എന്ന കേരള നമ്പർ 1 ആരോഗ്യം എന്ന് പറയുന്ന ആ കെട്ടുകഥ ഈ മേഖലയ്ക്കകത്ത് ഇടതുപക്ഷക്കാരനായിട്ടുള്ള CPM-കാരനായിട്ടുള്ള പിണറായി വിജയനെ ഗുരുനാഥനായി കാണുന്ന ഹാരിസ് ചിറക്കൽ എന്ന് പറയുന്ന യൂറോളജി വിഭാഗം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ HOD അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൊണ്ട് ഈ കേരളത്തിന്റെ ആരോഗ്യ മേഖലയിലെ കെടുകാര്യസ്ഥതയെ നെറികേടിനെ തുറന്നു കാട്ടുകയാണ്. അതിനെതിരെയുള്ള നിങ്ങൾ ആ വ്യക്തിക്കെതിരെ ആ ഡോക്ടർക്കെതിരെ പ്രതിരോധം സൃഷ്ടിക്കുകയാണ്, ആ ഡോക്ടറെ ആക്രമിക്കുകയാണ്. മിണ്ടാതിരിക്കൂ. റജി ചോദിച്ച ചോദ്യം തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. റജി മിണ്ടാതിരിക്കൂ. ഗോകുലിന്റെ മറുപടി പറയട്ടെ. ഈ പറയുന്ന HOD യൂറോളജി വിഭാഗം HOD ആയിട്ടുള്ള ഹാരിസ് ചിറക്കൽ ഞാൻ പറയുന്നത് ആരും കേൾക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണോ? പേടിച്ചിട്ടാണോ? നിങ്ങളെ പുഴുവിനെ ആരെങ്കിലും പേടിക്കൂ? BJPയുടെ പ്രതിനിധി പറയുന്നത് കേരള പൊതുസമൂഹം കേൾക്കുന്നത് പുഴുവാണോ പാമ്പാണോ അതൊക്കെ നിങ്ങളുടെ സൗകര്യം. അതൊക്കെ നിങ്ങൾ പാമ്പായിട്ട് വന്നാൽ പേടിക്കത്തില്ല. സഹോദര, നിങ്ങളൊന്ന് അടങ്ങിയിരുന്നാൽ മറുപടി പറയാം. നിങ്ങളുടെ പാർട്ടിക്കെതിരെയാ. സഹോദര, ഒന്ന് അടങ്ങിയിരുന്നാൽ ഞാൻ മറുപടി പറയാം. ഇവിടെ CPM അല്ലെങ്കിൽ സർക്കാർ ആരോഗ്യവകുപ്പ് മുൻപോട്ട് വയ്ക്കുന്ന നിലപാടെന്താ? പറയട്ടെ. അതൊക്കെ സ്വയം കൊണ്ട് തീരുമാനിച്ചാൽ ഇത് കേരളത്തിന്റെ പൊതുസമൂഹം കാണുന്നുണ്ട്. ആരാണ് അടങ്ങിയിരിക്കാത്തതെന്നും ഒന്ന് സമാധാനമായിട്ട് ഇരിക്കുക കേട്ടാ. നിങ്ങളിങ്ങനെ വിരല് കൊണ്ടിരിക്കണ്ട, സമാധാനപ്പെടൂ. അയ്യോ, മര്യാദ പഠിപ്പിക്കുന്നേ ഇല്ല. മര്യാദ പഠിപ്പിക്കാനേ പാടില്ല. നിങ്ങളൊന്നും മര്യാദ പഠിക്കാനേ പാടില്ല. മര്യാദ പഠിക്കാനും പാടില്ല. മര്യാദ നിങ്ങൾക്ക് അറിയാവോ? ആ വാക്കിന്റെ അർത്ഥം അറിയാവോ നിങ്ങൾക്ക്? മര്യാദ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ കേൾക്കാനുള്ള സഹിഷ്ണുത കാണിക്കുക. അദ്ദേഹത്തിന്റെ കയ്യിൽ ഉപകരണങ്ങൾ കാണാതെ പോയെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ പറയുന്ന പറയുന്ന നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഒരു സെക്കൻഡ് ഇവിടെ നടന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ADM നവീബ് ബാബുവിൻ്റെ ഒരു ആവർത്തനമാണ് എന്നുള്ളതാണ്. ഒരു നിഷ്കളങ്കനായ ഒരു ഉദ്യോഗസ്ഥനെ കള്ളനാക്കുക വഴി ഇനി ഭാവിയിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് കൈകോർത്ത് തൊഴിൽ നിൽക്കുകയാണ് കേരളത്തിലെ ജനത. താങ്കൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാതെ താങ്കൾ ആക്രോശിച്ചത് കൊണ്ട് മാത്രം കേരളത്തിലെ ജനങ്ങളുടെ കണ്ണും കാതും മൂടാനാവില്ല. ഏറ്റവും നല്ല ഒരു ഡോക്ടറെ
രാവിലെ 7 മണി മുതൽ രാത്രി 10 മണി വരെ ആ ആശുപത്രിയിൽ കിടന്ന് ഒരു ബൈക്കിൽ മാത്രം സഞ്ചരിച്ച് ജീവിതം ഹോമിച്ച് അവിടുത്തെ രോഗികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഡോക്ടറെ ഈ വിധത്തിൽ ക്രൂശിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ഇവിടെ ഒരൊറ്റ സേവകൻ പോലും ഇല്ലാതാക്കുന്ന പ്രവൃത്തിയാണ്. നിങ്ങൾ ഈ രാജ്യത്തെ 5,50,000 വരുന്ന മുഴുവൻ സർക്കാർ ജീവനക്കാരെയും അധിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. അത് അവരിലെ നല്ലവർക്ക് തലപൊക്കാൻ പറ്റാത്ത അവസരവും ഒന്നാന്തരം കള്ളന്മാർക്ക് രക്ഷപ്പെടാനുള്ള അവസരവുമാണ് നിങ്ങൾ സൃഷ്ടിക്കുന്നത്. ഈ ഒരു വാദം വഴി താങ്കളെ പോലുള്ളവർ ഇവിടുത്തെ നല്ല പ്രവൃത്തി ചെയ്യുന്നവരെ കുഴിച്ചുമൂടാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ആ പ്രവൃത്തി ചെയ്യുമ്പോൾ അങ്ങയോട് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അതിന് ബഹളം വെച്ച് കേരളത്തിലെ മുഴുവൻ പേരുടെയും കണ്ണും കാതും അടയ്ക്കാമെന്നാണെങ്കിൽ അത് നടക്കില്ല, അത് വിജയിക്കില്ല. അത് നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ പ്രസ്ഥാനത്തിന് കൂടെ നഷ്ടമാകുമെന്ന് ഓർത്തുകൊണ്ട് വേണം നിങ്ങൾ ഈ വേദിയിൽ നിന്ന് ഞാൻ CPM ആണെന്ന് പറഞ്ഞ് ഉത്തരം പറയാൻ. നിങ്ങൾ CPM-നെ അവഹേളിക്കുകയാണ് ചെയ്യുന്നത്. CPM പാവപ്പെട്ടവനും ആശ്രയിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്നവർക്കും ഉള്ള സഹായം ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനം തിരിച്ചു പറഞ്ഞാൽ ആ പ്രസ്ഥാനത്തിലുള്ളവർ തന്നെ നിങ്ങളെ കൊഞ്ഞനം കുത്തും. നിങ്ങൾ ഈ പറയുന്ന ഓരോന്നും ആ പ്രസ്ഥാനത്തിന് യോജിച്ചതല്ല, ആ പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യത്തിന് യോജിച്ചതല്ല. ഇന്ന് വരെ ആരും ഇത്തരത്തിൽ ഒരു വലിയ തെറ്റിനെ ലോകം മുഴുവൻ വിമർശിക്കുന്ന വിധത്തിൽ വരുന്ന ഒരു വലിയ തെറ്റിനെ ഇവിടുത്തെ എല്ലാ വാർത്താ മാധ്യമങ്ങളും അത് കേൾക്കുന്ന ജനങ്ങളും വിമർശിക്കുന്ന ഒരു വിഷയത്തിനെ നിങ്ങൾ പർവ്വതീകരിച്ച് അത് മഹത്വവൽക്കരിക്കുന്നെങ്കിൽ നിങ്ങളുടെ സ്റ്റാൻഡ് എന്താണ് എന്ന് ജനങ്ങൾ തിരിച്ചറിയും. ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള അവഹേളനങ്ങൾ നടത്തി ആ പാർട്ടിയെ നിങ്ങൾ തുലയ്ക്കരുത്. നിങ്ങൾ ചെയ്യുന്നത് ഇപ്പോൾ അതാണ് ചെയ്യുന്നത്. നിങ്ങൾ ഏറ്റവും വലിയ ദ്രോഹം ചെയ്യുന്നതാണ്. ആ പ്രസ്ഥാനത്തിന്റെ കസേരയിൽ ഇരുന്ന് ആ പ്രസ്ഥാനത്തിന് കൊള്ളാത്ത വാചകങ്ങളാണ് നിങ്ങൾ പറയുന്നത്. അതൊരിക്കലും ചെയ്യരുത്. ഇവിടെ ഉണ്ടായിരിക്കുന്ന പ്രശ്നം ആ സംഘടനകൾ പറയുന്നത് എന്താണ്? താങ്കളുടേതടക്കമുള്ള പ്രസ്ഥാനങ്ങളുടെ സംഘടനകൾ, സർക്കാർ ഉദ്യോഗസ്ഥരുടെ സംഘടന, ഡോക്ടർമാരുടെ സംഘടന പറയുന്നത് എന്താണ്? ഹാരിസ് നല്ല മനുഷ്യനാണ്, അദ്ദേഹത്തെ ക്രൂശിക്കാൻ ശ്രമിക്കുന്നു, അത് ഞങ്ങൾ അനുവദിക്കില്ല, അത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതല്ല നിങ്ങൾക്ക് വേണ്ടത്. ഇവിടെ വെള്ളപൂശുകയാണ്. ആരെ വെള്ളപൂശാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്? ഇങ്ങനെ വെള്ളപൂശിയാൽ ഇവിടെ ഒരു മനുഷ്യൻ സത്യം പറയാത്ത അവസ്ഥ വരണം എന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? സത്യം ഈ രാജ്യത്ത് വേണ്ടേ? നീതി ഈ രാജ്യത്ത് വേണ്ടേ? നല്ലത് പ്രവർത്തിക്കാൻ ജനങ്ങൾക്ക് കഴിയണ്ടേ? ഇവിടുത്തെ ജീവനക്കാർ ജനങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്യണ്ടേ? നല്ലത് ചെയ്യുന്നവനെ ഉയർത്തിക്കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കണ്ടേ? അതിന് പകരം ആരെങ്കിലും ഒരു തെറ്റ് പറയുമ്പോൾ നിങ്ങൾ അയാളുടെ കണ്ണു കുത്തി പൊട്ടിക്കരുത്. അത് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്. നിങ്ങൾക്ക് വേണ്ടത് പ്രശംസയാണെങ്കിൽ പ്രശംസയ്ക്കൊപ്പം അതുപോലെ തന്നെ വിമർശനങ്ങൾ സമ്മതിക്കില്ല. ശ്രീകുമാർ, ഇതിപ്പോ അവിടെ CCTV ക്യാമറകൾ യഥേഷ്ടമുണ്ട്, പക്ഷെ ആ റൂമിന്റെ മുമ്പിൽ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് ഇത്ര കണ്ടുപിടിക്കുവാൻ ഇത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണോ? ആരാണ് ആ റൂമിൽ കയറിയതെന്നും അവിടെ ഈ ഒരു ബോക്സ് കൊണ്ടുവച്ചത് എന്നുമൊക്കെ ഇതൊക്കെ ഇത്രമാത്രം ദുരൂഹത ഉണ്ടാക്കുന്ന ഒരു ദുരൂഹതയില്ല. ഇതിനകത്ത് അവിടെ 100-ലധികം CCTV ഉണ്ട്. 1-2 മേഖലയിൽ CCTV ഇല്ലെങ്കിലും അതിൽ വിവിധ വഴികളിലൂടെ വരുമ്പോൾ അവിടെ ആരവിടെ എത്തിയാലും അത് CCTV കണ്ടെത്തി അത് ആരാണെന്നൊക്കെ കണ്ടുപിടിച്ച് പൂർണ്ണ ഉത്തരവാദിത്വം വരുന്നതിന് മുമ്പ് ഇന്നൊരു പത്രസമ്മേളനം വിളിച്ചത് എന്തടിസ്ഥാനത്തിലാണ്? കൃത്യമായി നാടകം. അതിനിടയ്ക്കാണ് ഈ ഫോൺ കോൾ വരുന്നത്. നിങ്ങൾ അത് മൊത്തം അവിടെ നിന്ന് വായിക്കൂ. താങ്കൾ ഇപ്പോൾ ഒരു 10-20 മിനിറ്റായി ഞാൻ സംസാരിച്ചപ്പോഴും ഇദ്ദേഹം സംസാരിച്ചപ്പോഴും താങ്കൾ ഇത് തടസ്സപ്പെടുത്തുകയാണ്. താങ്കൾക്ക് ഇതിലൊന്നും പറയാനില്ല. ഞാൻ ഒരു കാര്യം ചോദിച്ചു. മന്ത്രിയുടെ മണ്ഡലത്തിലെ ലോക്കൽ കമ്മിറ്റി അംഗവും ഏരിയ കമ്മിറ്റി അംഗവും കൊള്ളൂല എന്ന് ഈ മന്ത്രിയെ കുറിച്ചാണ് പറഞ്ഞത്. അങ്ങനെയുള്ളവരെ പാർട്ടി നടപടിയെടുത്തു. താങ്കൾ വന്നിരുന്ന് ന്യായീകരിക്കുകയാണ്. താങ്കൾ ഇന്ന് വരെ ഈ നിമിഷം വരെ മന്ത്രിയെ ന്യായീകരിക്കുന്നു, മന്ത്രിയുടെ വകുപ്പിനെ ന്യായീകരിക്കുന്നു. ഡോക്ടർ ഹാരിസ് എന്ത് കുറ്റം ചെയ്തെന്നാണ്? അല്ല, ഡോക്ടർ ഹാരിസ് എന്ത് കുറ്റം ചെയ്തെന്നാണ് താങ്കൾ പറഞ്ഞത്? താങ്കൾ പറഞ്ഞിട്ട് ഞാൻ അതിനുള്ള മറുപടി നിങ്ങൾക്ക് വരുന്നുണ്ട്. ഡോക്ടർ ഹാരിസ് എന്ത് കുറ്റം ചെയ്തു? ശ്രീ റജി ലൂക്കോസ്, അല്ല അതിനെങ്കിലും മറുപടി പറയൂ. ഡോക്ടർ ഹാരിസ് എന്ത് കുറ്റം ചെയ്തു? വാനോളമൊക്കെ ഉയർത്തി കാണുന്നതാണ്. ഡോക്ടർ ഹാരിസ് എന്ത് കുറ്റം ചെയ്തു? ഡോക്ടർ ഹാരിസ് എന്ത് കുറ്റം ചെയ്തു? ഡോക്ടർ ഹാരിസ് എന്ത് കുറ്റം ചെയ്തു? എന്നോടാണോ? അതെ, അത് കണ്ടുപിടിക്കേണ്ട കോടതി നിയമമാണ്. റെജിലിക്കോസിന് പറയാൻ പറ്റത്തില്ല. ഞാൻ ഇവിടെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഞാൻ വേറെ ഒന്നും കൈന്നിട്ട് പറഞ്ഞില്ല. ആ ഡോക്ടറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ കാര്യങ്ങൾ നിങ്ങളുടെ മാധ്യമങ്ങൾ വിഷ്വലായിട്ട് തത്സമയം കാണിച്ച കാര്യങ്ങൾ മാത്രമേ ഈ റെജിലിക്കോസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ളൂ. അതിന് ഓക്വേർഡ് ആയിട്ടുള്ള അൺപാർലമെന്ററി ആയിട്ട് വാക്കുകളൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ വിളിച്ചിരുത്തി വരാം. ഞാൻ സംസാരിക്കാൻ ബാധ തുറന്നപ്പോഴത്തേക്ക് അവർ ഇടപെടാൻ തുടങ്ങി. ഞാനും ഇടപെട്ടു.
അതുകൊണ്ട് ഡോക്ടർ ഹാരിസ് പറഞ്ഞ വൈരുദ്ധ്യങ്ങൾ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് അല്ല തത്സമയം കാണിച്ച് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ ഗവൺമെന്റ് പറഞ്ഞിട്ടില്ല, മന്ത്രി പറഞ്ഞിട്ടില്ല, ഈ പറയുന്ന പ്രിൻസിപ്പൾ പറഞ്ഞ വൈരുദ്ധ്യം അദ്ദേഹം പറഞ്ഞു. തലേദിവസം നോക്കുമ്പോൾ ഇല്ലാത്ത വിഷയം പിറ്റേ ദിവസം രാവിലെ എന്നപ്പോ കൊണ്ട് ഒരു ബില്ല് കണ്ടു, അത് CCTV ദൃശ്യങ്ങൾ അവിടെ ഉണ്ട് എന്ന് അദ്ദേഹം പറയുമ്പോൾ ആ ഒറിജിനൽ മെഷീൻ എവിടെ? ആ ചോദ്യം ഇവിടെ ഇപ്പോഴും ഉണ്ട്. വേർ ഇസ് ദാറ്റ് എക്സാക്ട് മെഷീൻ? എവിടെ? അതിനൊരു മറുപടി ഇല്ല. അപ്പൊ അത് അദ്ദേഹത്തിന് ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാനിത് പറയുമ്പോഴാണ് അദ്ദേഹത്തിന്റെ സമയത്ത് കയറി ഇടപെടുന്നു എന്ന് പറയുന്നത്. ആ മിഷൻ മന്ത്രി ഒരു മിഷൻ മോഷണം പോയെന്ന് പറഞ്ഞു. ആദ്യം മോഷ്ടിച്ചെന്നാണ് പറഞ്ഞു. ആരോ മോഷ്ടിച്ചു പോയി, കാണാതെ പോയി എന്നല്ല, മോഷ്ടിച്ചു പോയി എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഡോക്ടർ ഹാരിസ് പറഞ്ഞു ഇത് MPയുടെ ഫണ്ടിൽ നിന്ന് വാങ്ങിയത് 14 ലക്ഷം രൂപ കൊടുത്ത് MPയുടെ ഫണ്ടിൽ നിന്ന് വാങ്ങിയതാണ്. അത് ഒരു പേഷ്യന്റിന് ഉപയോഗിച്ചു. ആ പേഷ്യന്റ് മരണത്തെ മുന്നിൽ കണ്ട ഒരു സംഭവം ഉണ്ടായി. അതിനുശേഷം ആ ഉപകരണം മാറ്റിവെച്ചിരിക്കുകയാണ്. ആ മാറ്റിവെച്ചതിന്റെ കാരണം ശ്രീ റെജി ലൂക്കോസ് അങ്ങ് മനസ്സിലാക്കണം. അല്ല, അങ്ങ് മനസ്സിലാക്കണം, എല്ലാ ഉപകരണങ്ങളും ഉപയോഗിക്കാനുള്ള പ്രാവീണ്യം എല്ലാ ഡോക്ടർമാർക്കും ഇല്ല. പുതിയ ഉപകരണം വരുമ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ചെയ്യുന്ന എന്താണെന്ന് എനിക്കറിയാം. ബാംഗ്ലൂർ ഡോക്ടർമാരെ വിടും, അല്ലെങ്കിൽ ഡൽഹിയിൽ വിടും, പ്രമുഖ ഹോസ്പിറ്റലിൽ വിടും, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ഡോക്ടർമാരെ വരുത്തും. എന്നിട്ട് അതിന് ട്രെയിൻ ചെയ്യിച്ചിട്ട് മാത്രമേ ഇത് ചെയ്യുള്ളൂ. അന്ന് ഒരു ഓപ്പറേഷൻ നടത്തുമ്പോഴും ട്രെയിൻ ചെയ്യാനായിട്ട് ബാംഗ്ലൂരിൽ നിന്ന് ഒരു ഡോക്ടർ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ചെയ്തിട്ട് പോലും അത് അപകടത്തിലേക്ക് പോയതുകൊണ്ട് അതിൽ പൂർണ്ണമായി പ്രാവീണ്യം നിലവിലെ ഒരു ഡോക്ടറിനും ഇല്ലാത്തത് കൊണ്ട് അത് മാറ്റിവെച്ചു. അല്ലെങ്കിൽ അറിവില്ലാത്ത അറിവില്ലാത്ത ഒരു മിഷൻ ഉപയോഗിച്ച് രോഗിയെ ട്രീറ്റ് ചെയ്താൽ അദ്ദേഹത്തിന് അപകടം ഉണ്ടായെങ്കിൽ അന്ന് തന്നെ ആ രോഗിയുടെ ബന്ധുക്കൾ അവസാനം വയലന്റായി. രാവിലെ 8 മണിക്ക് തുടങ്ങിയ ഓപ്പറേഷൻ രാത്രി 8 മണിയായിട്ട് തീരുന്നില്ല. ഇത് അറിഞ്ഞിട്ടാണ് പറയുന്നത്. ഇങ്ങനെ പറയുമ്പോൾ അതിനകത്ത് ഇടപെടാതിരിക്കാൻ പറ്റും. ഇദ്ദേഹത്തിന് മെഡിക്കൽ കോളേജിൽ പ്രിയപ്പെട്ട റെജി ലൂക്കോസ്, നിങ്ങളും ഞാനും താങ്കളും തമ്മിൽ മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് പല ചർച്ചയിലും വന്നിട്ടുണ്ട്. ഞാൻ ഇതുപോലെ സംസാരിച്ചിട്ടില്ല. കാരണം താങ്കൾ പറയുന്ന വിഡിത്തവും വിരവക്കേടും ഞാൻ കേട്ടുകൊണ്ടിരുന്ന അല്ലാതെ മുമ്പ് ഒരു ചർച്ചയിൽ ഞാൻ ഇടപെട്ടു. പക്ഷേ താങ്കൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇനിയും കണ്ണടച്ചിരിക്കാൻ പറ്റില്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ കുറിച്ച് താങ്കൾക്ക് ഒരു ചുക്കും ചുണ്ണാമ്പും അറിയില്ല. ആരെങ്കിലും പറഞ്ഞു തരുന്ന ഫോൺ കോളിലൂടെ പറയുന്ന കാര്യം മാത്രമേ താങ്കൾക്ക് അറിയാവൂ. എന്നെ സംബന്ധിച്ച് കഴിഞ്ഞ 30-35 വർഷമായി നേരിട്ട് ഇടപെട്ട് ഓരോ വിഷയങ്ങളെ കുറിച്ച് നന്നായി മനസ്സിലാക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് മറുപടി പറയേണ്ടി വന്നത്. അത് മാറ്റാനായിട്ട് ആർക്കെങ്കിലും സാധിക്കുന്നെങ്കിലും ഒരു മനസ്സാക്ഷന താങ്കൾ ദയവായിട്ട് അത് കാണണം. ഞാൻ സ്നേഹം കൊണ്ട് പറയാം, താങ്കൾ മെഡിക്കൽ കോളേജ് ചെയ്താണല്ലേ വീട്ടിൽ നിന്നൊക്കെ വിളിക്കാന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ പോലുള്ളവരുടെ ഒരു പ്രത്യേക ശൈലിയാ. മെന്റൽ ഡോക്ടറെ അടുത്ത് പറയും എനിക്ക് ഭ്രാന്തില്ല മറ്റുള്ളവർക്കുണ്ടെന്ന് പറയും. അതിനിപ്പോ എനിക്ക് എന്താ സഹതാപിക്കാനേ പറ്റുള്ളൂ. വേർ ഈസ് ദാറ്റ് മെഷീൻ? പ്ലീസ് ഗിവ് മീ ആൻ ആൻസർ. ആ മെഷീൻ എവിടെ വെച്ചിട്ടുണ്ട് എടുത്തു കൊടുക്കാൻ? ഈ മെഷീൻ അവിടെ തന്നെ ഉണ്ടെന്ന് ഈ പ്രിൻസിപ്പൽ കണ്ടെത്തി പറഞ്ഞു. നാലംഗ സംഘത്തിനെ അന്വേഷണ ചുമതലയേൽപ്പിച്ചു. ഈ 4 അംഗ സംഘം ആ ഓഫീസിൽ കയറാതെ അവിടെ ഒരു മിഷൻ തകരാറിലായി, ഒരു മിഷൻ കാണാനില്ലെന്ന് ആരെങ്കിലും വഴിയെ പോകുന്നവൻ പറയുന്നത് കേട്ടിട്ട് റിപ്പോർട്ടിൽ ഒരു മിഷൻ കാണാനില്ല, മോഷിക്കപ്പെട്ടു എന്ന് എഴുതി കൊടുക്കും. അത് കേട്ടവാതി കേൾക്കാതെ മന്ത്രി പത്രക്കാരെ വിളിച്ചു പറയും ഇതൊക്കെ താങ്കൾ മനസ്സിലാക്കുന്ന കാര്യം. താങ്കൾ കോട്ടയത്തുള്ള ആളാണ്. കോട്ടയത്തുള്ള താങ്കൾക്ക് ആരെങ്കിലും ഫോണിലോ അല്ലാതെയോ പറഞ്ഞു തരുന്ന അറിവേ ഉള്ളൂ. ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെയല്ല. നേരിട്ട് ഡോക്ടർമാരെ, പ്രിൻസിപ്പലിനെ, സൂപ്രണ്ടിനെ നേരിട്ട് സംസാരിക്കാൻ എല്ലാ ദിവസവും കഴിയുന്ന ആളാണ്. മെഡിക്കൽ കോളേജ് ഒന്നിടപെട്ടോട്ടെ. അവസാനമായി ഗോകുല മെഷീൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ റെജി ലൂക്കോസിന് ഒന്ന് കാണിച്ചു കൊടുക്കും. അതാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. പക്ഷെ മെഷീൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലൊക്കെ ഉള്ള സംശയം അവിടുത്തെ പ്രിൻസിപ്പളിനെ കാണിക്കും. ഉണ്ടെന്ന് അദ്ദേഹം തന്നെ അവിടെ ആ മെഷീന്റെ മുഴുവൻ പാർട്സ് ഒന്നും അല്ല. എന്തോ ഒരു ഭാഗം മാത്രമാണ് കാണാതായത്. അത് കിട്ടി. അത് പ്രിൻസിപ്പലിന്റെ ഈ മെഷീനും തപ്പി നടക്കുകയാണ് അവിടുത്തെ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ. ഹാരിസിന്റെ റൂമിൽ തപ്പിയിട്ടില്ല. നിങ്ങൾ ഇന്ന് MP ഗോവിന്ദൻ ജ്യോതിഷിയെ കാണാൻ പോയല്ലോ. നിങ്ങള് വൈവിധ്യാത്മിക ഭൗതികവാദം ഘോരഘോരം പ്രസംഗിക്കുന്ന നിങ്ങളുടെ MP ഗോവിന്ദൻ നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി ജ്യോതിഷിയെ കാണാൻ പോയല്ലോ. അദ്ദേഹത്തോട് ചോദിക്കാത്തെന്താ? കണ്ണൂരിൽ നിങ്ങൾ ജ്യോതിഷിയെ കാണാൻ പോയപ്പോ അദ്ദേഹത്തോട് ചോദിക്കാത്തെന്താ? MP ഗോവിന്ദനെ കൊണ്ട് ചോദിപ്പിക്കാത്തെന്താ? അദ്ദേഹം പറഞ്ഞു കൊടുക്കുമായിരുന്നല്ലോ. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഭരണപരാജയം, നിങ്ങളുടെ കെടുകാര്യത്ത ഒരു പാവൻ ഡോക്ടറുടെ മേൽ ചാരി അദ്ദേഹത്തെ കള്ളനാക്കി ഇവിടെ ADM കണ്ണൂരിൽ സംഭവിച്ചതുപോലെ അദ്ദേഹത്തെ നിങ്ങളെ കൊണ്ട്
കൊണ്ടെത്തിക്കരുത്. നിങ്ങൾ വീണ്ടും നിങ്ങൾ ഒരു അക്കാദമിക് മരണത്തിന് നിങ്ങൾ അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യം ഈ കേരളത്തിനകത്ത് ഒരുക്കരുത്. അതിവൈകാരികമായി നിൽക്കുന്ന അദ്ദേഹത്തെ നിങ്ങൾ ഇനിയും ചൊടിപ്പിക്കരുത്. നിങ്ങൾ എന്തുകൊണ്ട് അതിന് മറുപടി പറയുന്നില്ല? അദ്ദേഹം അത് മാറ്റിവെച്ചെന്ന് പറഞ്ഞോണ്ട് നിങ്ങൾ അദ്ദേഹത്തിനെ ന്യായീകരിച്ച് വഷളാക്കാൻ വന്നിരിക്കുന്നവര് സത്യത്തിൽ നിങ്ങൾ അതിന് മറുപടി പറയണ്ടേ? അതല്ലേ ചോദ്യം. അതിന് മറുപടി ഇവിടെ ആരെയും ന്യായീകരിച്ചില്ല, ഒന്നുമില്ല. നിങ്ങൾ എന്ത് ധാരണയിലാണ് നിങ്ങൾ പറയുന്നതൊക്കെ? സൂക്ഷിക്കണം സുഹൃത്തെ. നിങ്ങൾ ഒരു തമാശയില്ല, ഒരു തമാശ പറയേണ്ട കാര്യമല്ല ശ്രീ റജി ലൂക്കോസ്. ഇത് വളരെ ഗുരുതരമായ ഒരു കാര്യമാണ്. ഈ ചിരിച്ചു പോയത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പെട്ടെന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പറഞ്ഞ വാക്കുകൾ ഓർത്തു പോയതാണ്. എനിക്ക് ഈ ഉപകരണങ്ങളൊന്നും കണ്ടാൽ പരിചയമില്ല. മോഴ്സിലോസ്കോപ്പ് കണ്ടെടുത്തിട്ടുണ്ട്. വിദഗ്ധ സഭ അതും സാങ്കേതികമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട്. അവിടുന്ന് ഒരു ബില്ല് കണ്ടെടുത്തിട്ടുണ്ട്, അത് പരിശോധിക്കണം. CCTV അതും പരിശോധിക്കണം. ഇനിയും സമയം വേണം. ഇതൊക്കെ പറഞ്ഞിട്ട് പ്രിൻസിപ്പൽ എടുത്ത വായിൽ പറയുകയാണ് സംശയമുണ്ട് എന്ന്. ആരെ? ഈ പറയുന്ന ഡോക്ടർ ഹാരിസിനെ. ഇതാണ് വൈരുദ്ധ്യം. ഇതിലാണ് എല്ലാ വൈരുദ്ധ്യവും ഉള്ളത്. ഒരു ഡോക്ടറെ നിങ്ങൾ കള്ളനാക്കുകയാണ്. പൊതുസമൂഹത്തിന് മുന്നിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അസൗകര്യങ്ങൾ നല്ല ഉദ്ദേശത്തോടു കൂടി പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി തുറന്നു പറഞ്ഞ ഒരു ഡോക്ടറെ കള്ളനാക്കുമ്പോൾ അതിനെ തമാശവൽക്കരിക്കുകയാണ് നിങ്ങൾ എല്ലാവരും കൂടി. എന്നിട്ട് ഒരു മെഷീൻ എവിടെയെന്ന ചോദ്യമാണ്. ഇത്രയും നാൾ പരിശോധിച്ചുവല്ലോ, എന്തൊക്കെ കണ്ടെടുത്തു എന്ന് പറയുന്നുവല്ലോ. അവിടെ പോയി നോക്കൂ, അവിടെ ഡോക്ടർ കൃത്യമായിട്ട് പറഞ്ഞു തരും എവിടെയാണ് മെഷീൻ ഇരിക്കുന്നത് എന്ന്. ശരി, നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു. ഡോക്ടർ ഹാരിസിനെതിരെ നടക്കുന്നത് സർക്കാരിന്റെ പകവീട്ടലോ? അതേന്ന് 94% പ്രേക്ഷകരും. രണ്ടുപേരും അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.